അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فأيها الطلبة، نحن اجتمعنا واحتشدنا في هذه القاعة لكي نناقش حول فن المناظرة. هل سمعتم فن المناظرة سابقا؟ هل لكم تجربة سابقة في هذا الفن؟ أخبرت بأنكم مبتدئون في هذا الفن، أي المناظرة، فن المناظرة. إن شاء الله في هذه العجالة سأشارك معكم بعض الأفكار حول هذا الفن الجديد، ولهذا أنا أفضل اللغة المليبارية، لأن هذا الفن هو الفن الجديد الذي أصبح نزعة جديدة حول العالم. ഇൻഷാ അല്ലാഹ് നമുക്ക് മലയാളത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അല്ലേ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പുതിയൊരു ഫന്നായിരിക്കും. അപ്പം ആദ്യമായിട്ട് ഇതിൽ മുനാദറയിൽ മുമ്പ് പങ്കെടുത്ത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? മുനാദറ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ മുനാദറ ചാമ്പ്യൻഷിപ്പിൽ മറ്റു പ്രോഗ്രാമിലൊക്കെ ആയിട്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ മുനാദറ എന്ന ആ ഒരു ഫന്നിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. മദ്ഖൽ ഇലാ ഫന്നിൽ മുനാദറ, ഒരു ഇൻട്രൊഡക്ഷൻ, മുനാദറയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് എന്താണ് മുനാദറ, ഇന്ന് ലോകത്ത് മുനാദറയുടെ പ്രസക്തി എന്താണ് എന്നതിനെ ഒരു രണ്ട് വാക്കിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മുനാദറ എന്നുള്ളത് കേവലം ഒരു മത്സരം മാത്രമല്ല. പണ്ട് കാലത്ത് ഇമാം താബീങ്ങളുടെ കാലത്ത് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ മറ്റു അഇമ്മത്തുൽ അർബ, അവരുടെ കാലത്ത് തന്നെ ഫിഖ്ഹി ആയിട്ടുള്ള മുനാദറ നടന്നിട്ടുണ്ട്. നമ്മൾ ഇൽമിയായ മുനാദറയിൽ പല കാറ്റഗറി ആക്കും. ഇൽമിയായ മുനാദറ പല കാറ്റഗറി ആക്കാം നമുക്ക്. അതിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഇൽമിയായ മുനാദറ. ഇൽമിയായ മുനാദറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാഹരണത്തിന് ഫിഖ്ഹിയായ മുനാദറ, 4 മദ്ഹബുകൾക്കിടയിലുള്ള വ്യത്യസ്ത വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഖിയാസുമായി ബന്ധപ്പെട്ട് 4 മദ്ഹബുകൾക്കിടയിലുള്ള ഡിബേറ്റ്, അതിന് നമുക്കൊരു ഇൽമിയായ മുനാദറ ഉൾപ്പെടുത്താം. അതുപോലെ ഫൽസഫി ആയിട്ടുള്ള മുനാദറ, ഇമാം ഗസാലി, ഇബ്നു റുഷ്ദ് തമ്മിലൊക്കെ നടന്നിട്ടുള്ള പല തഹഫുത്തുൽ ഫലാസിഫ പോലത്തെ അങ്ങനെ പല ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി നടന്ന പല മുനാദറകൾ, അതൊക്കെ നമുക്ക് ഇൽമിയായ മുനാദറ ഉൾപ്പെടുത്താൻ പറ്റും. എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുനാദറ തനാഫുസിയ, നമ്മുടെ ചാമ്പ്യൻഷിപ്പ്, കോമ്പറ്റീഷൻ, ഈ ലെവലിലൊക്കെ നമുക്ക് ഉപകരിക്കുന്ന, ഇന്ന് ലോകത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മേഖല, അറബിക് ലാംഗ്വേജിലുള്ള ഒരു പുതിയ ഒരു ഫീൽഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം. കേവലം ഈ ഡിബേറ്റ് എന്നുള്ളത് അറബിക് ലാംഗ്വേജിൽ മാത്രമല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ BP ഡിബേറ്റ് എന്ന് അടിച്ചാൽ നമുക്ക് കിട്ടും. പാർലമെന്ററി ഡിബേറ്റ്, ബ്രിട്ടീഷ് പാർലമെന്ററി ഡിബേറ്റിൻ്റെ ഫോർമാറ്റിൽ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കാറുണ്ട്. അതിൽ നമ്മളെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പല സ്ഥാപനങ്ങളും പങ്കെടുക്കാറുണ്ട്. ഇന്ത്യക്ക് മുമ്പ് അതിൽ ചാമ്പ്യനോ മറ്റു പട്ടങ്ങളൊക്കെ കിട്ടിയതായിട്ടാണ് എൻ്റെ ഓർമ്മ, ഇംഗ്ലീഷ് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിൽ. അതുപോലെ തന്നെ അറബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ലോകത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ അറബിക് ഡിബേറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇതിൻ്റെ വേരോട്ടം ഉണ്ടാവുക GCC, അറേബ്യൻ കൺട്രീസിലായിരിക്കും. അറബിക് ലാംഗ്വേജ് ഔദ്യോഗികമായിട്ട് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട് അറബിക് ഡിബേറ്റ് ക്ലബ്ബുകളുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് 2 ഫോർമാറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മലേഷ്യൻ അറബിക് ഡിബേറ്റ് ഫോർമാറ്റ് ഉണ്ട്, പക്ഷെ അതിന്ന് വല്ലാതെ പ്രസക്തി ഇല്ല. കാരണം അതിനേക്കാൾ മികച്ച മറ്റൊരു ഫോർമാറ്റ് വന്നതോടുകൂടെ ആ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടക്കാറില്ല, മലേഷ്യൻ ചാമ്പ്യൻഷിപ്പ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഡിബേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന, അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഖത്തർ ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കണം
അവിടുത്തെ ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഖത്തർ ഡിബേറ്റ്, മുനാളറാത്തു ഖത്തർ. അപ്പം ഇന്ന് ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഡിബേറ്റ് എന്ന ഫീൽഡിനെ, അറബിക് ഡിബേറ്റിനെ ട്രെൻഡിങ് ആക്കിയിട്ടുള്ളത് ഖത്തർ ഡിബേറ്റ് ആണ്. നിലവിൽ ഇപ്പോഴും ഖത്തർ ഡിബേറ്റ് ഏകദേശം 10-15ഓളം വർഷങ്ങളായിട്ട് ഡിബേറ്റ് മേഖലയിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഒരു തനാഫസി ആയിട്ടുള്ള ഡിബേറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റാണ് അതിൽ നമുക്ക് മനസ്സിലാക്കൽ അനിവാര്യമാണല്ലോ. നമ്മളൊരു ഫോർമാറ്റ് ഡിബേറ്റ് പല രീതിയിൽ നടത്താം. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ചാനൽ ഡിബേറ്റ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ചാനലുകളിൽ ഓരോ രാത്രികളിൽ ഡിബേറ്റ്. പക്ഷേ നമുക്ക് മറ്റുള്ള യഥാർത്ഥ ഒരു ഡിബേറ്റിൻ്റെ ഫോർമാറ്റിലേക്ക് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിബേറ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പം ഖത്തർ ഡിബേറ്റിൻ്റെ ആദ്യം ഞാൻ ഖത്തർ ഡിബേറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഖത്തർ ഡിബേറ്റ് ഏകദേശം 15ഓളം വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഖത്തർ ഡിബേറ്റ് വ്യത്യസ്തമായ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് മാത്രം, അറബിക് ഡിബേറ്റുമായി ബന്ധപ്പെട്ട് മാത്രം വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒന്ന് ചാമ്പ്യൻഷിപ്പ് അൽ ബുത്തൂല അല്ലെ മുനാളറാത്തിൽ ജാമിയാത്തുണ്ട്, മദാരിസുണ്ട്. ജാമിയാത്ത് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അഥവാ ഡിഗ്രി തലങ്ങൾക്കുള്ള ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ്. അതുപോലെ മദാരിസ് സെക്കൻഡറി വിഭാഗത്തിനുള്ള ചാമ്പ്യൻഷിപ്പ്. ഈ 2 വിഭാഗത്തിനും ഖത്തർ ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ട്. അത് തന്നെ വ്യത്യസ്ത രീതിയിലാണ് നടത്താറുള്ളത്. ഒന്ന് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടാവാറുണ്ട്. അതിൽ ലോകത്തുള്ള ഏത് രാജ്യക്കാർക്കും പങ്കെടുക്കാം. അതുപോലെ ഏഷ്യൻ അറബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യയിലുള്ള രാജ്യക്കാർക്ക് മാത്രം. UK ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അമേരിക്കൻ ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പുകൾ ഖത്തർ ഡിബേറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തർ ഡിബേറ്റ് നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് കോൺഫറൻസുകൾ. ഡിബേറ്റുമായി ബന്ധപ്പെട്ട മേഖലയുള്ള കോൺഫറൻസ്. അത് ഡിബേറ്റ് ഇനി മത്സരം തന്നെ ആവണമെന്നില്ല. ഞാൻ ആദ്യം ഖത്തർ ഡിബേറ്റ്, നമ്മുടെ ഫോർമാറ്റ് ഖത്തർ ഡിബേറ്റ് ഫോർമാറ്റ് ആണ്. അതുകൊണ്ട് ഖത്തർ ഡിബേറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഖത്തർ ഡിബേറ്റിൻ്റെ രണ്ടാമത്തെ ഒരു പ്രോഗ്രാമാണ് കോൺഫറൻസ്, മുഅ്തമറാത്ത്. കോൺഫറൻസിൽ ഇപ്പോൾ രണ്ടാമത് ഖത്തർ ഡിബേറ്റിൻ്റെ കോൺഫറൻസ് ഈ വരുന്ന മെയ് മാസത്തിൽ ഖത്തറിൽ വെച്ച് നടക്കാൻ പോവാണ്. അപ്പോൾ അതിലും ഇതുപോലെ അബ്സ്ട്രാക്റ്റ് ക്ഷണിക്കും. അതിൽ സ്വീകരിച്ചാൽ ഫുൾ പേപ്പർ, അതിലും സ്വീകരിച്ചാൽ വാലിഡേഷൻ ആക്സെപ്റ്റഡ് ആയാൽ ഖത്തറിലേക്ക് എന്താകാം, പ്രസൻറ്റേഷന് വേണ്ടി പോകാം. അപ്പോൾ ഇതാണ് ഖത്തർ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രണ്ടാമത്തെ ഒരു പ്രോഗ്രാം. ഖത്തർ ഡിബേറ്റ് നടത്തുന്ന ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫെലോഷിപ്പ്, ഖത്തർ ഡിബേറ്റ് ഫെലോഷിപ്പ്. ഖത്തർ ഡിബേറ്റ് നടത്തുന്നതിൽ വെച്ച് ഏറ്റവും അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ ഏകദേശം 100 ടീമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. 50ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് 100 ടീം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനമായിട്ട് നടന്നത് 7ാമത് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പാണ്. അൽ ബുത്തൂല അസ്സാബിഅ ലി മുനാളറാത്തിൽ ജാമിഅത്ത് ബിൽ ലുഗ അൽ അറബിയ്യ, ഖത്തറിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ ഖത്തർ ഡിബേറ്റ് ഫെലോഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു റിസർച്ച് നടത്തുമല്ലോ, നമ്മൾ തീസിസ് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഒരു ഡിബേറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മളൊരു ഒരു 2 വർഷത്തെ ഒരു പഠനം, ഖത്തറിൽ പോകണമെന്നില്ല, നമുക്ക് നമ്മളെ എവിടെയാണുള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ആ പഠനം നടത്താം. പക്ഷേ ഓരോ 6 മാസം കൂടുമ്പോഴും സെമസ്റ്റർ ബേസിൽ സിറ്റിംഗ് ഉണ്ടാവും. ആ സിറ്റിങ്ങിന് അവർ പറയുന്ന രാജ്യത്തേക്ക് പോവാം. അതിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഫണ്ടിങ്ങൊക്കെ ഫുൾ അവർ തന്നെ ആയിരിക്കും എടുക്കുക. അതിൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് നടന്നിട്ടുള്ളത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതിൽ നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഖത്തർ ഡിബേറ്റ് ഫെലോ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഫെലോഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ച് അതിൻ്റെ 2 മാസം മുമ്പ് അതിൻ്റെ ഡെഡ് ലൈൻ അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഖത്തർ ഡിബേറ്റിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഖത്തർ ഡിബേറ്റ് നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഡിബേറ്റുമായി ബന്ധപ്പെട്ട PG പ്രോഗ്രാം. ടുണീഷ്യയിലുള്ള ജാമിഅത്തു സൈത്തൂന യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചിട്ട് ഒരു PG പ്രോഗ്രാം ഖത്തർ ഡിബേറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡിബേറ്റ് എന്നുള്ളത് കേവലം 2 ഭാഗത്ത് ഇരുന്നിട്ട് സംവദിക്കാനുള്ള ഒരു കല മാത്രമല്ല, അതൊരു വിശാലമായ ഏരിയയാണ്. ഒരുപാട് പഠനങ്ങൾ നടത്താൻ പറ്റുന്ന, ഒരുപാട് വ്യത്യസ്തമായ രീതികളിൽ റിസർച്ചിന് അവസരങ്ങളുള്ള ഒരു മേഖലയാണ് ഡിബേറ്റ് എന്നുള്ളത്. അപ്പം നമ്മൾ അറബിക് ഡിബേറ്റിന് ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. പിന്നെ വേറെ സാന്ദർഭിക എടുക്കാൻ നിർത്താനുള്ളത് ഖത്തർ ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പുകളൊക്കെ കൂടുതലും പൂർണ്ണമായിട്ടും അറബിക് ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക.
പക്ഷേ ഖത്തർ ഡിബേറ്റ് നടത്തുന്ന കോൺഫറൻസിൽ 2 ലാംഗ്വേജിലുള്ള അവസരങ്ങളുണ്ടാവും. അറബിക്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, ഇംഗ്ലീഷും പ്രസന്റ് ചെയ്യാം. 2 അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫെലോഷിപ്പ് റിസർച്ചിൻ്റെ അവസരം എന്ന് പറഞ്ഞാൽ അതിലും ഇംഗ്ലീഷിൻ്റെ ഓപ്ഷനുണ്ട്, അറബിക്കിൻ്റെ ഓപ്ഷനുണ്ട്. 2 നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പം ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് വളരെ സജീവമായിട്ടുള്ള ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഖത്തർ ഡിബേറ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ 7 ചാമ്പ്യൻഷിപ്പാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, 7ാമത്തെ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ വർഷം 2024 മെയ് മാസത്തിൽ ഖത്തറിൽ വെച്ച് നടന്നു. ഏഷ്യൻ ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് 2 നടത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നത് മലേഷ്യയിൽ വെച്ചാണ്, 2ാമത് നടന്നത് ഒമാനിൽ വെച്ചിട്ടു. പിന്നെ സാന്ദർഭികമായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഈ ഖത്തർ ഡിബേറ്റ് നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും, ഈ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും ഫുള്ളി ഫണ്ടഡ് ആയിരിക്കും. അതായത് നമുക്ക് പേഴ്സണലായിട്ട് ഒരു ചിലവ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമുക്ക് അവസരം കിട്ടിയാൽ ഫുള്ളി ഫണ്ടിങ്ങോട് കൂടെ മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ട് നമുക്ക് എന്താക്കാം, ഡിബേറ്റിൽ പങ്കെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഉണർത്താനുള്ളൊരു കാര്യം, നമുക്ക് എങ്ങനെയാണ് അതിന് പോകാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്നത് ഇന്ത്യയിൽ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടും. ആ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2 കാറ്റഗറി ആയിട്ടാണ് നടത്തുക. ഒന്ന് ഇതേപോലെ ഇസ്ലാമിക് കോളേജുകൾ ഒരു കാറ്റഗറി ആയിട്ടും, പിന്നെ മറ്റു സാധാരണ കോളേജുകളുണ്ടല്ലോ, ഗവൺമെൻറ് സ്ഥാപനം, അതൊരു മറ്റു കാറ്റഗറി ആയിട്ടാണ് നടത്തപ്പെടുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ ഒരു നാഷണൽ അറബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തും 2 കാറ്റഗറി ആയിട്ട്. ഒന്ന് ഇസ്ലാമിക് കോളേജുകൾ, രണ്ടാമത്തേത് സാധാരണ ഗവൺമെൻറ് കോളേജുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ. ആ 2 കാറ്റഗറിയിലും ഫൈനലിലെത്തുന്ന 2 ടീമുകൾക്ക്, അഥവാ ഫസ്റ്റും സെക്കൻഡും ലഭിക്കുന്ന 2 ടീമുകൾക്ക് ഖത്തറിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് ഓരോ രാജ്യത്തിൽ നിന്നും ടീമുകളെ തിരഞ്ഞെടുക്കുന്ന രീതി. അഥവാ ഒരു രാജ്യത്ത് നിന്ന് അൺലിമിറ്റഡ് ആയിട്ട് എത്ര ടീമിനും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവില്ല, മാക്സിമം 4 ടീമിന് അവസരം ഉണ്ടാവുക. അത് സെലക്ട് ചെയ്യൽ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ട് അതിൽ നിന്നാണ് സെലക്ഷൻ നടക്കുക. അപ്പോൾ ഇതാണ് ഖത്തർ ഡിബേറ്റിനെ കുറിച്ച് ബേസിക്കലി പരിചയപ്പെടുത്താനുള്ള കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങളുള്ള, റിസർച്ചിന് താല്പര്യമുള്ളവർക്ക് ഡിബേറ്റിലൂടെ റിസർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭാഷാപരമായിട്ട് പരിപോഷിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് ചാമ്പ്യൻഷിപ്പുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത രീതിയിൽ ഇതിൻ്റെ PG കോഴ്സുകളുണ്ട്, PG ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഡിബേറ്റ് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സ്ഥാപനമാണ് ഖത്തർ ഡിബേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഖത്തർ ഡിബേറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനൊക്കെ ലഭിക്കാൻ ഖത്തർ ഡിബേറ്റിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഫോളോ ചെയ്താൽ കറക്റ്റ് ലഭിക്കും. പ്രത്യേകിച്ച് ഖത്തർ ഡിബേറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ നടന്ന പ്രധാനപ്പെട്ട അവരുടെ ചാമ്പ്യൻഷിപ്പുകളുടെ പ്രധാനപ്പെട്ട ഫൈനൽ, സെമി ഫൈനൽ റൗണ്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഡിബേറ്റിലേക്ക് വരികയാണെങ്കിൽ, ഡിബേറ്റ് എന്നുള്ളത് മുനാദറ അല്ലേ. മുനാദറ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് 2 കാറ്റഗറി ആക്കിയാൽ മതി. ഒന്ന് എൽമിയായ മുനാദറ, അതിൽ നമ്മൾ ഫിഖ്ഹിയ, ഫൽസഫിയ തുടങ്ങിയ വ്യത്യസ്ത അഖീദയുമായി ബന്ധപ്പെട്ടത് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. നമ്മുടെ ചർച്ച മുനാദറ തനാഫുസിയ, ഒരു കോമ്പറ്റീഷണൽ ലെവലിൽ ഉള്ള ഒരു മുനാദറ. ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, മുനാദറയിൽ നമ്മളൊരു മത്സരത്തിനുള്ള ഒരു മുനാദറയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുനാദറയിൽ 2 ടീമുകളാണ് ഉണ്ടാവുക. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഒരു പാർലമെന്റ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, 2 ഒരു ഭരണപക്ഷം ഉണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും എന്നതുപോലെ മുവാല, മുആറള. അപ്പം ആദ്യം ഇതിൽ ബേസിക്, മുനാദറയുടെ ബേസിക് ആണ് ഖളിയ്യ ടോപ്പിക്. നമ്മൾ മുനാദറയുടെ വിഷയത്തിന് ഖളിയ്യ, ഇഷ്യൂ എന്നൊക്കെ പറയല്ലോ, ഒരു പ്രോബ്ലം. ഡിബേറ്റ് നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുനാദറ നടത്തുക. അപ്പം അതുകൊണ്ട് ഖളിയ്യ എന്നാണ് ഇതിൻ്റെ ടോപ്പിക്കിന് പറയാം, ഖളിയ്യ. ഇപ്പം ഉദാഹരണത്തിന് ഖളിയ്യ വരല് അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പബ്ലിക് പ്ലേസുകളിൽ സ്മോക്കിംഗ് നിരോധിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു ടേം ഹാദൽ മജ്ലിസ്. അപ്പം ഈ ഒരു മജ്ലിസ്, നമ്മളൊരു പാർലമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ കൗൺസിൽ എന്താക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു, മൻഅ് ചെയ്യുന്നു, നിരോധിക്കുന്നു. അഥവാ പബ്ലിക് പ്ലേസുകളിൽ സ്മോക്കിംഗ് പാടില്ല, അത് നിരോധിക്കുന്നു. ഒരു ഉദാഹരണം പറയാം, ഒരു ഖളിയ്യക്ക് ഒരു ഉദാഹരണം പറയാം.
അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, മുനാദറയുടെ പ്രധാനപ്പെട്ട ചില അനാസിറുകളുണ്ട്. മുനാദറയുടെ പ്രധാനപ്പെട്ട 3 അനാസിറുകൾ ഉള്ളത്, ഒന്ന് ടീമുകൾ, ഫരീഖ് 2 ഒന്ന് മുവാല ഉണ്ടാവും, മുആറള. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അനാസിറിൽപ്പെട്ട ഒരു കാര്യം ഖളിയ്യ, നേരത്തെ പറഞ്ഞു, ടോപ്പിക്, വിഷയം, മുനാദറയുടെ വിഷയം. മൂന്നാമത്തെ കാര്യം ജഡ്ജസ്, ഹുക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് മുനാദറയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 3 ഘടകങ്ങൾ. അപ്പൊ ഒരു വിഷയം, ഒരു ഖളിയ്യ നിർദ്ദേശിക്കപ്പെട്ടാൽ ആ ഖളിയ്യയിൽ അതിനെ അനുകൂലിച്ചിട്ടാണ് മുവാലക്കാര് എന്താക്കുക, സംസാരിക്കുക. സ്വാഭാവികമായിട്ടും മുആറളക്കാർ അതിനെ പ്രതികൂലിച്ചിട്ടും സംസാരിക്കും. ഉദാഹരണത്തിന് സയംനഉ ഹാദൽ മജ്ലിസ് അത്തദ്ഖീൻ ഫിൽ അമാകിൻ അൽ ആമ്മ, പബ്ലിക് പ്ലേസിൽ സ്മോക്ക് നിരോധിക്കണം എന്നതാണ് വിഷയം എന്നുണ്ടെങ്കിൽ മുവാലക്കാർ എന്ത് പറയും, പബ്ലിക് പ്ലേസിൽ സ്മോക്ക് നിരോധിക്കണം. അതാണ് അവരുടെ മൗഖിഫ്, അവരുടെ നിലപാട്, അവരുടെ സ്റ്റാൻഡ് അതായിരിക്കും. പക്ഷേ മുആറളന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും, പബ്ലിക് പ്ലേസിൽ എന്താവേണ്ട ആവശ്യമില്ല, തദ്ഖീൻ നിരോധിക്കേണ്ട ആവശ്യമില്ല. തദ്ഖീൻ നിരോധിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് തദ്ഖീനെ കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കാരണത്താലാണ് മുവാലക്കാർ എന്ത് പറഞ്ഞത്, നിരോധിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അപ്പം മുആറളക്കാർ നിരോധിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ലല്ലോ. അപ്പോൾ നിരോധിക്കണ്ട എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തെ പിന്നെ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുകൂടി ആര് പറയണം, മുആറളക്കാർ പറയണം. അവിടെയാണ് ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. അതുപോലെ തന്നെ മുനാദറയുടെ വിഷയങ്ങൾ തന്നെ പല കാറ്റഗറികളാണ്. 3 ടൈപ്പ് വിഷയങ്ങളാണ് മുനാദറയിൽ വരിക. ഇതിലൊരു ഫയലും കൂടി ഷെയർ ചെയ്യാണ്ട്, ഇത് ഞാളരാ ഒരു ഇപ്പം നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സമയത്തെക്കുറിച്ച്, ഇതിൻ്റെ രൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. മുനാദറയ്ക്ക് നമ്മൾ ഒരു ഖത്തറിന് ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒഫീഷ്യലി ഇതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പാണ് വിഷയം കിട്ടുക. പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പാണ് വിഷയം കിട്ടുക. ഇപ്പം നമ്മൾ അനാസറുകൾ ചർച്ച ചെയ്തു, മുവാല, മുആറള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒരു സമയം, മുനാദറിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സംസാരിക്കാൻ 7 മിനിറ്റ് ഉണ്ടാവുക. ഒരു ടീമിൽ 3 ആളുകൾ ഉണ്ടാവുള്ളൂ. മുത്തഹദ്ദിസുൽ അവ്വൽ, മുത്തഹദ്ദിസ് അസ്സാനി, മുത്തഹദ്ദിസ് അസ്സാലിസ്. ഇതാണ് ഓരോ സ്പീക്കർക്കും ഉണ്ടാവുന്ന പേര്. അപ്പം ജഡ്ജസ് ക്ഷണിക്കുമ്പോൾ മുത്തഹദ്ദിസുൽ അവ്വൽ എന്നായിരിക്കും ക്ഷണിക്കുക. അതായത് നമ്മളെ പേര് വിളിച്ചിട്ടായിരിക്കുമല്ലോ ക്ഷണിക്കൽ. ചിലപ്പോൾ പേരും കൂടി ചിലപ്പോൾ ആഡ് ചെയ്യാം. പക്ഷെ നമ്മളെ വിളിക്കപ്പെടുന്ന പേര് അൽ മുത്തഹദ്ദിസുൽ അവ്വൽ, അൽ മുത്തഹദ്ദിസ് അസ്സാനി എന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം തുടങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പാണ് നമുക്ക് വിഷയം കിട്ടുക. അപ്പം ആ 20 മിനിറ്റിൻ്റെ ഇടയിൽ എന്താകാൻ പാടില്ല, ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഈ 3 ആളുകളല്ലാതെ മറ്റാളോട് ചർച്ച ചെയ്യാനൊന്നും പാടില്ല. ഇതാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ നിയമം. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ നടത്തുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ ചില ഇളവുകളൊക്കെ നടത്താറുണ്ട്. ചിലപ്പോൾ 2 ദിവസം മുമ്പനെ വിഷയങ്ങൾ കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളത് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിക്ക് 7 മിനിറ്റാണ് ഇതിൻ്റെ സമയം ഉണ്ടാവുക അവതരിപ്പിക്കാൻ. പിന്നെ നമ്മൾ ഓരോ കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് ഫസ്റ്റ് അവതരിപ്പിക്കേണ്ടത്,
രണ്ടാമത് ആര് ഒക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് തർത്തീബുൽ ദുഹൂരിൽ മുത്തഹദ്ദിസീൻ ഫസ്റ്റ് ആര് അതിൻ്റെ തർത്തീബ് ഓർഡർ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായിട്ട് ശേഷം ചർച്ച ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു അനാസറുകൾ ഫരീഖുൽ മുവാല, ഫരീഖുൽ മുആറള, ഹകം, പിന്നെ നസ്സുൽ ഖളിയ്യ. ഇതാണ് മുനാദറയിലെ പ്രധാനപ്പെട്ട അതിൻ്റെ ഘടകങ്ങൾ. ഈ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് മുനാദറ നടക്കുക. 2 ടീമുകൾ വേണം, വിഷയം വേണം, ജഡ്ജസും വേണം. ഈ ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ മുനാദറ നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ്. ഇത് മറ്റൊരു ഉദാഹരണം. സ യഫ്റുൽ ഹാദൽ മജ്ലിസ് അൽ ലറായിബ് അൽ അക്കിയാസിൽ പ്ലാസ്റ്റിക്കിയ. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചാൽ ടാക്സ് ചുമത്തണം. ഫറല ലൊരീബ എന്ന് പറയല്ലോ, ഇമ്പോസ് ദ ടാക്സ് ചുമത്തുക. അപ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചാൽ ടാക്സ് ചുമത്തണം എന്നതാണ് ഇവിടുത്തെ ഖളിയ്യ. അപ്പോൾ അവിടെ ഫരീഖുൽ മുവാല മഅ അതിനെ അനുകൂലിച്ചിട്ടായിരിക്കും സംസാരിക്കുക, അഥവാ ടാക്സ് ചുമത്തണം. എന്നാൽ ഫരീഖുൽ മുആറള ലിദ്ദ എന്ന് പറഞ്ഞാൽ ടാക്സ് ചുമത്തരുത്. അപ്പോൾ ഇതാണ് ഖളിയ്യ. ഖളിയ്യയിൽ മുവാല അതിനെ അനുകൂലിക്കുന്നു, മുആറള അതിനെ പ്രതികൂലിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിബേറ്റിൻ്റെ ഒരു ഫോർമാറ്റ് വിഷയം ഉണ്ടാവുക. ആ വിഷയത്തെ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളിടത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പാടില്ല. മുവാലക്കാർ അനുകൂലിക്കുക, മുആറളക്കാർ പ്രതികൂലിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി മുവാലക്കാർ, ഞാനിത് നമ്മുടെ വിഷയത്തിലേക്ക് മദ്ഖൽക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു പിക്ചർ ഉണ്ടാക്കുകയാണ്. എന്താണ് സംഗതി എന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ ക്രിയേറ്റിങ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വിഷയത്തിൽ സയഫ്റുൽ ഹാദൽ മജ്ലിസ് അൽ ലറായിബ് അൽ അക്കിയാസിൽ പ്ലാസ്റ്റിക്കിയാളുടെ വിഷയത്തിൽ മുവാലക്കാർ ചെയ്യേണ്ട പണി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചാൽ ടാക്സ് ചുമത്തേണ്ടത്, എന്തുകൊണ്ട് ടാക്സ് ചുമത്തണം, അതിനുള്ള കാരണം എന്താണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു ഡിബേറ്റ് ആക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുമ്പോൾ അത് ബിഅത്തിനെ, എൻവിറോൺമെന്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും ഇവിടുത്തെ പ്രോബ്ലം. പ്ലാസ്റ്റിക് കവറുകൾ എൻവിറോൺമെന്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതികൂലമായിട്ട് എൻവിറോൺമെന്റിനെ ബാധിക്കുന്നത് കാരണത്താൽ പ്രകൃതിയെ എന്താക്കണം, സംരക്ഷിക്കണം. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഹദഫ്, ഇവിടെ ലക്ഷ്യം. മുനാദറയുടെ ഈ ടീമിന്റെ മുവാലന്റെ ലക്ഷ്യം എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കണം. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം പ്രകൃതിക്ക് ദുരന്തം ഉണ്ടാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുമ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ, ആ പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്നതിനെ എങ്ങനെ പരിഹരിക്കാം? അപ്പൊ മുവാലക്കാരുടെ പരിഹാരം എന്താണ്? പ്ലാസ്റ്റിക് കവർ നിരോധിക്കാം. മുവാലക്കാരുടെ വാദം പ്ലാസ്റ്റിക് കവർ നിരോധിച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ മുആറളക്കാരെന്ന് പറയും പ്ലാസ്റ്റിക് കവർ നിരോധിക്കേണ്ടതില്ല. അപ്പൊ ഈ പ്ലാസ്റ്റിക് കവർ നിരോധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കുക? അപ്പൊ അവർ അതിന് വേറൊരു പരിഹാരം നിർദ്ദേശിക്കണം. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കവർ, മുവാലക്കാർ എന്താ പറഞ്ഞത്, പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാൽ ടാക്സ് ചുമത്തണം, നിരോധിക്കണം എന്നല്ല, പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നല്ല, ടാക്സ് ചുമത്തണം എന്നാണ് മുവാലക്കാർ പറഞ്ഞത്. അതേസമയം മുആറളക്കാർക്ക് എന്ത് പറയാം, വേറെ എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഖളിയ്യ കിട്ടിയാൽ ആ ഖളിയ്യയെ സപ്പോർട്ട് ചെയ്തിട്ട് മുവാലക്കാർ സംസാരിക്കുന്നു, അതിനെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് മുആറളക്കാരും സംസാരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു വേദിയുടെ ഒരു ഫോർമാറ്റ് പറയുകയാണെങ്കിൽ വലതുവശത്തായിട്ട് മുവാല, ഇടതുവശത്തായിട്ട് മുആറള, അങ്ങനെ ഇരിക്കുന്ന ഫോർമാറ്റ്. നടുവിലായിട്ടാണ് ജഡ്ജസ് ഉണ്ടാവുക, പിന്നെ ജുംഹൂർ ഓഡിയൻസ് ഉണ്ടാവും. ഈ രീതിയിലാണ് ഉണ്ടാവല്. പിന്നെ ഇതിൻ്റെ ഒരു ഖത്തർ ഡിബേറ്റിന് മറ്റൊരു ഫോർമാറ്റ് പറയുകയാണെങ്കിൽ റൗണ്ടുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എലിമിനേഷൻ റൗണ്ട്, ജൗല തസ്ഫിയ 5 റൗണ്ടുകൾ ഉണ്ടാവും, 5 എലിമിനേഷൻ റൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ 5 റൗണ്ട് മൊത്തത്തിൽ ടോട്ടൽ നോക്കിയിട്ട് അതിലെ ജയങ്ങൾ നോക്കും, മാർക്കും നോക്കും. ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ ഉണ്ടാവുക. കാരണം ഏകദേശം 100ഓളം ടീമുകൾ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ 100ഓളം ടീമുകൾ എന്തുണ്ടാവും, മത്സരിക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് എലിമിനേഷൻ റൗണ്ടിൽ നിന്ന് 16 ടീമിനെയാണ് അടുത്ത റൗണ്ടിൽ തിരഞ്ഞെടുക്കുക. ജൗലത്തു സിത്തത്ത് അഷർ എന്നാണ് പറയാം. 16 ടീമുള്ള റൗണ്ട്, പ്രീ ക്വാർട്ടർ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു 16 ടീമുള്ള റൗണ്ട്. അപ്പം അതിലേക്ക് 16 ടീമിനെ തിരഞ്ഞെടുക്കും. ആ 16 ടീമിൽ നിന്ന് ക്വാർട്ടറിലേക്ക് 8 ടീമിനെ തിരഞ്ഞെടുക്കും. ക്വാർട്ടർ പിന്നെ സ്വാഭാവികം നമുക്ക് അറിയുന്ന പോലെ തന്നെ സെമി ഫൈനലിലേക്ക് 4, പിന്നെ ഫൈനൽ 2.
അപ്പോൾ ഇതിലെ ചാമ്പ്യൻ ആണ് ഒന്നുണ്ടാവുക. പിന്നെ സാധാരണ നമ്മളെ ഫുട്ബോളും മറ്റൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ എന്തുണ്ടാവും, ഫസ്റ്റ് കിട്ടുന്ന ടീം ചാമ്പ്യൻ ആയിരിക്കും. ഓരാണ് ചാമ്പ്യൻ ബത്തൽ എന്ന പേരിൽ അറിയപ്പെടുക. ബത്തൽ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ എന്നാണല്ലോ. ചാമ്പ്യൻ എന്ന പേരിൽ അറിയപ്പെടൽ ആ ഫസ്റ്റ് കിട്ടുന്ന ടീമായിരിക്കും. പിന്നെ സെക്കൻഡും തേർഡൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ തേർഡിന് വേറൊരു റൗണ്ട് മത്സരം നടക്കും. ജൗലത്തു അൽ മർക്കസു സാലിസ് എന്ന് പറഞ്ഞിട്ട് വേറെ റൗണ്ട് ഉണ്ട്. അഥവാ സെമി ഫൈനലിൽ തോറ്റൊരു ടീം ഉണ്ടാവില്ലേ, തോറ്റ 2 ടീമുകൾ പരസ്പരം മത്സരം പറഞ്ഞിട്ടാണ് തേർഡ് തീരുമാനിക്കുക. അതിൻ്റെ ഒരു ഫോർമാറ്റ് ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ചുരുക്കി നമ്മൾ ഇനി തിരിച്ചു വരികയാണെങ്കിൽ ആ ഖളിയ്യ ബേസിൽ മുവാല മുആറള അവിടെ സംവദിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മളൊന്നുകൂടി ടീച്ചറായിട്ട് കിടക്കുകയാണെങ്കിൽ ഇതാണ് ഒരു വേദി, മിനസ്സത്തു തഹദ്ദുസ്, നമ്മളെ മുനാള നടക്കണ വേദി. ഇനി നേരത്തെ പറഞ്ഞു ഒരു വശത്ത് മുവാലക്കാരുണ്ടാവും, അത് ആ ഓർഡറിലാണ് ഇരിക്കുക. മുത്തഹദ്ദിസ് അവ്വല് സാലിസ് സാനി സാലിസ്, മുഅറദയിലും ഇതുപോലെ അവ്വൽ സാനി സാലിസ് ഓർഡറിലിരിക്കും. നടുവിൽ ലജ്നത്തു തഹ്കീം ഉണ്ടാവും. ഇതാണ് നേരത്തെ പറഞ്ഞ അൽ ഖത്തു സമനി ലിൽ മുനാളറ. ഫസ്റ്റത്തെ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തൗസിഉൽ ഫിറഖ് വ ഇഅലാനുൽ ഖളിയ്യ, ഏതൊക്കെ ടീം തമ്മിലാണ് മത്സരം ഉണ്ടാവുക, അതുപോലെ ടോപ്പിക്ക് എന്താണ് ടോപ്പിക് എന്ന് പ്രഖ്യാപിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 20 മിനിറ്റ് മുമ്പാണ് ടോപ്പിക്ക് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഫസ്റ്റത്തെ 20 മിനിറ്റ് നടക്കും. പിന്നെ ശേഷിക്കുന്ന ഒരു 40-50 മിനിറ്റാണ് പ്രോഗ്രാം മത്സരം നടക്കുന്ന സമയം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 10 മിനിറ്റ് ഖിതാബുർ റദ്ദ് എന്ന് പറയും. അതായത് ഈ 3 ആളുകളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ തന്നെ ഒരു 3.5 മിനിറ്റ്, 7 മിനിറ്റ് ഖിതാബുർ റദ്ദിന് 3.5 മിനിറ്റ് ഉണ്ടാവുക. അത് ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. 3.5 മിനിറ്റ് കൊണ്ട് ഇതര പറഞ്ഞതിൻ്റെ ഒരു ഷോട്ട് അവതരിപ്പിക്കാം. പിന്നെ അവസാനത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉള്ളിലായിട്ട് റിസൾട്ട്, ഫീഡ്ബാക്ക്, മറ്റു മൊലാഹലാത്തൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മൊത്തത്തിൽ എന്താണ് സംഗതി എന്നൊരു പരിചയപ്പെടുത്താണ്. ഇപ്പം ഇതിപ്പോൾ നമ്മളവിടെ മുനാള നടത്തുകയാണെങ്കിൽ ഇപ്പം നമ്മളെ ഇന്ത്യയിലൊക്കെ നടത്താൻ ചിലപ്പോൾ ഈ ഫോർമാറ്റ് കറക്റ്റ് ഇതേപോലെ തന്നെ ആയിക്കോളന്നില്ല, വ്യത്യാസമുണ്ട്. ഞാൻ ഖത്തർ ഡിബേറ്റിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഖത്തറിലേക്ക് പോകാൻ അവസരം കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു രീതി എങ്ങനെയെന്ന് ഇന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇനി തർത്തീബ് ളുഹൂരിൽ മുതഹദ്ദിസീൻ, ആദ്യം ആരാ പ്രസന്റ് ചെയ്യേണ്ടത്, പിന്നെ ആരാ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം മുവാലയിലെ മുതഹദ്ദിസിൽ അവ്വലാണ് പ്രസന്റ് ചെയ്യുക. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയണ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആദ്യം മുവാലയിലെ മുതഹദ്ദിസിൽ അവ്വൽ പ്രസന്റ് ചെയ്യും. രണ്ടാമതായിട്ട് മുആറളയിലെ അവ്വൽ, മൂന്നാമതായിട്ട് മുവാലയിലെ സാനി, പിന്നെ മുആറളയിലെ സാനി, പിന്നെ മുവാലയിലെ സാലിസ്, മുആറളയിലെ സാലിസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഖിതാബുർ റദ്ദ് എന്നുള്ളൊരു സംഗതി ഉണ്ട്. 3 ആളുകളുടെ ഡിബേറ്റിൽ ഉണ്ടാവുള്ളൂ ഒരു ടീമിൽ, പക്ഷെ 4 റോളുകൾ ഉണ്ടാവും. ആ 4ാമത്തെ റോൾ നിർവഹിക്കേണ്ടത് ആ 3ൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് 2 റോൾ ഉണ്ടാവും അർത്ഥം. അപ്പോൾ ആ റോളിന് ഖിതാബുർ റദ്ദ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇതരെ പറഞ്ഞാൽ മറ്റൊന്ന് ഷോർട്ടാക്കൂലേ, അതിനാണ് ഖിതാബുർ റദ്ദ് എന്ന് പറയാം. അപ്പോൾ ഖിതാബുർ റദ്ദിന് മറ്റേ 3 ടോക്കേഴ്സ് സ്പീക്കേഴ്സിന് എന്താ പറയാ, അൽ ഖിതാബാത്തുർ റഈസിയ്യ, അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ 3 സ്പീക്കേഴ്സാണ്. അതിന് അൽ ഖിതാബാത്തുർ റഈസിയ്യ എന്ന് പറയാം. ഇതിന് ഖിതാബുർ റദ്ദ്. അപ്പൊ ഖിതാബാത്തുർ റഈസിയ്യന്റെ പകുതി സമയ ഖിതാബുർ റദ്ദിന് ഉണ്ടാവുള്ളൂ, അതാ 3.5 മിനിറ്റ്. അപ്പൊ ഖിതാബാത്തുർ റഈസിയ്യക്ക് 7 മിനിറ്റും ഉണ്ടാവും. പക്ഷെ ഖിതാബുർ റദ്ദ് ആദ്യം അവതരിപ്പിക്കേണ്ടത് മുആറളയാണ്. ഇതിനുള്ളൊക്കെ മുവാലാണ് ഫസ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഖിതാബുർ റദ്ദ് ആദ്യം അവതരിപ്പിക്കേണ്ടത് മുആറളയാണ്. പിന്നെ രണ്ടാമതായിട്ട് ആരും അവതരിപ്പിക്കാം, മുവാല. ചുരുക്കി പറഞ്ഞാൽ മുവാലക്കാരാണ് മുനാളറ തുടങ്ങുക, മുവാലക്കാരനാണ് എന്തും ചെയ്യുക, മുനാളറ വൈൻഡപ്പും ചെയ്യാം. ആ 2 റോളുള്ളത് മുവാലക്കാർക്കാണ്. പിന്നെ ഇതിൽ യൂണിവേഴ്സിറ്റി തലാണെങ്കിൽ 4 മിനിറ്റ് ഉണ്ടാവും. എന്തിന്, ഖിതാബുർ റദ്ദിന്. മദാരിസിന് 3.5 മിനിറ്റും യൂണിവേഴ്സിറ്റി തലാണെങ്കിൽ 4 മിനിറ്റും ഉണ്ടാവും. ഇതൊക്കെ ചില ബേസിക് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മത്സരത്തിനൊക്കെ പോകുമ്പോൾ. പിന്നെ മുദാഖല എന്ന് പറയും. ഇത് ഞാൻ കുറച്ച് ടേമുകൾ പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ നമ്മൾ കണ്ടന്റൊക്കെ നമ്മൾ എത്തിയിട്ടില്ല, അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കാൻ ചില ടേമുകൾ. മുദാഖല നമുക്കറിയാം. നമ്മൾ മലയാളത്തിലെ ചാനൽ ഡിബേറ്റ് കാണുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ഇടപെടലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതേപോലെ ആ ഒരു ഇടപെടലിനാണ് മുദാഖല എന്ന് പറയാം.
ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുക മറ്റൊരാൾ ഇടപെടുക. ദാഖല അതിനാണ് മുദാഖലാത്ത്. മുദാഖലക്ക് പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെയും അവസാനത്തെയും മിനിറ്റിൽ മുദാഖല ചെയ്യാൻ പാടില്ല. അഥവാ ഒരാൾ ഞാനിപ്പോൾ സംസാരിക്കാൻ തുടങ്ങി, ഞാനിപ്പോൾ മുവാലയിലെ ഒരു മുത്തഹദ്ദിസാണ്, ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പം മുവാലയിലെ ഒരാൾ ഞാൻ തുടങ്ങി അപ്പം തന്നെ മുദാഖല അത് പറ്റൂല. കാരണം ഒരു മിനിറ്റിങ് ആകുമ്പോഴേ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുള്ളൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞാലേ അയാൾക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഫസ്റ്റത്തെ മിനിറ്റിലും അവസാനത്തെ മിനിറ്റിലും എന്ത് പാടില്ല? മുദാഖല പാടില്ല. പിന്നെ 2 മുദാഖലകൾക്കിടയിൽ 15 സെക്കൻഡെങ്കിലും ഗ്യാപ്പ് വേണം. അടിക്കടി ചോദിക്കാൻ പാടില്ല എന്നർത്ഥം. ഒരു 15 സെക്കൻഡ് ഗ്യാപ്പെങ്കിലും ഓരോ മുദാഖലക്കിടയിലും വേണം. ഒരു മുദാഖല ചോദിക്കാനും എത്ര സെക്കൻഡേ പാടുള്ളൂ? 15 സെക്കൻഡ്. കാരണം ആകെ 7 മിനിറ്റ് ഒരാൾക്ക് സംസാരിക്കാനുണ്ടാവാം. അതിനിടയിൽ ഒരുപാട് സമയമെടുത്ത് മുദാഖല ചോദിച്ചാൽ പിന്നെ ആ സംസാരത്തിന് എന്തെങ്കിലും അർത്ഥമില്ല. അതുകൊണ്ട് ഒരു മുദാഖല ചോദിക്കാൻ മാക്സിമം 15 സെക്കൻഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില നിയമങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില മുനാദറകൾക്ക് അനുസരിച്ച് നമ്മളവിടെ നടത്തുന്ന ചില മുനാദറകൾക്ക് എന്തുണ്ടാവും, ചില വ്യത്യാസങ്ങളൊക്കെ നിയമത്തിൽ വരുത്തിയേക്കാം. എന്നാൽ ഒഫീഷ്യലായിട്ടുള്ള നിയമങ്ങൾ ഇതായിരിക്കും. പക്ഷെ ഇതിലൊന്നും അതിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കൂടുതൽ വ്യത്യാസം ഉണ്ടാവല് ഏതിലാണ്? വിഷയം തരുന്നിടത്ത്. ചിലപ്പോൾ 2 ദിവസം മുമ്പേ വിഷയം തരും. ഈ മുദാഖലന്റെ വിഷയത്തിൽ എന്തുണ്ടാവാറില്ല? സ്വാഭാവികമായിട്ട് കൂടുതലും ഇങ്ങനെ മാറ്റങ്ങൾ വരാറില്ല. ഇനി നമുക്ക് വിശാലമായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം അദ്വാറുൽ മുത്തഹദ്ദിസീനാണ്. ഇതിൻ്റെ 2ാമത്തെ സ്ലൈഡ് എടുക്കലേ ആണ് പോയാ. ഫസ്റ്റ് അയച്ചൊരു സ്ലൈഡ് ഇല്ലേ? ഓക്കെ കിട്ടി. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് നമ്മൾ പരിചയപ്പെടുത്തി. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കണ്ടന്റിലേക്ക് കടക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ മുനാദറയിൽ 1ാമത്തെ ആള് ഫസ്റ്റ് സംസാരിക്കണം, മുവാറിലെ 2ാമത്തെ ആൾ പിന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ചോദ്യമാണ് എന്താ സംസാരിക്കേണ്ടത്? ഒരു വിഷയം നിന്നാൽ വിഷയത്തിൽ എന്താ സംസാരിക്കേണ്ടത്, എന്തൊക്കെ ഇപ്പോൾ അതിൽ പറയണം? സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന സംശയമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ പേര് അദ്വാറുൽ മുത്തഹദ്ദിസീൻ, അഥവാ ഓരോ മുത്തഹദ്ദിസീങ്ങളുടെയും റോളുകൾ, ഓരോരുത്തരും എന്ത് റോളാണ് നിർവഹിക്കേണ്ടത്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റോളിലേക്ക് കിടക്കാണ്. 1ാമത്തെ മുത്തഹദ്ദിസ് എന്താണ് അവതരിപ്പിക്കേണ്ടത്, 2ാമത്തെ മുത്തഹദ്ദിസ് എന്ത് അവതരിപ്പിക്കണം, അതിലേക്ക് കടക്കാൻ പോവാണ്. പിന്നെ പറയാതെ ഇതൊരു പുതിയൊരു ഫന്നായതുകൊണ്ടല്ലേ കുറച്ച് നിയമങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ശരിക്കും ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡിബേറ്റ് വർക്ക്ഷോപ്പ് 3 ദിവസം ഉണ്ടാവല്. ശരിക്കും ഒരു ഇൻറ്റൻസീവ് അറബിക് ഡിബേറ്റ് വർക്ക്ഷോപ്പ് 3 ദിവസം ഉണ്ടാവുക. ഇപ്പം നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പം ഈ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം ഇതേപോലെ കുറച്ച് ഈ കവാനീനും കുറച്ച് എന്താ പറയുക ടേംസുകളൊക്കെ വിശദീകരിക്കലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ 2ാമത്തെ ഒരു ദിവസം അതിൻ്റെ വിഷയങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചർച്ച ഉണ്ടാവും. ഓരോ വിഷയം തന്നിട്ട് അത് എങ്ങനെ ഹെല്ല് ചെയ്യാം, അതിനെങ്ങനെ അവതരിപ്പിക്കാം. 3ാമത്തെ ദിവസം ഫുൾ പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ ഒരു ഡിബേറ്റ് മത്സരം നടത്തും, എന്നിട്ട് അതിന് ജഡ്ജായിട്ട് കുറച്ച് ആൾക്കാർ നിയമിക്കും. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും ഉണ്ടാവുക, തത്ബീഖ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസീവ് അറബിക് ഡിബേറ്റ് വർക്ക്ഷോപ്പ് ഉണ്ടാവുന്ന രീതി. പക്ഷെ നമ്മളെ ഈ ഒരു സെഷനിൽ നമുക്ക് ഈ പറഞ്ഞ സാധനം നമുക്ക് പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ സമയം വളരെ ഷോർട്ടാണ്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മദ്ഖൽ അൽ മുഖദ്ദിമ ഇല ഫന്നിൽ മുനാദറ, അല്ലെങ്കിൽ അൽ മദ്ഖൽ ഇല ഫന്നിൽ മുനാദറ. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഫന്നുണ്ട്, അതിങ്ങനെയൊക്കെയാണ്, ജസ്റ്റ് അതൊന്ന് പരിചയപ്പെടുത്താം. ഖത്തർ ഡിബേറ്റിന് കയറി ഇങ്ങനെ ഒരു മത്സരം ഉണ്ട്, അത് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന് പരിചയപ്പെടുത്തൽ മാത്രം, ഒരു പരിചയപ്പെടുത്തുന്ന ഒരു താരീഫി ആയിട്ടുള്ള സെഷൻ മാത്രമാണത്. അത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് അതിനെ കുറച്ച് ഖവാനീനൊക്കെ അങ്ങനെ പറയേണ്ടി വരും നമുക്ക്. അഥവാ ഒരു ഇൻട്രസ്റ്റിങ് ചിലപ്പോൾ കേട്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങളായിക്കോളണമെന്നില്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അത് ബേസിക്കായിട്ട് എല്ലാവരും മനസ്സിലാക്കാം. അപ്പം ഞാൻ ഇനി പറയാൻ പോണത് മുവാലയിലെ അതുപോലെ മുആറളയിലെ ഓരോ മുത്തഹദ്ദിസീങ്ങളും നിർവഹിച്ചിരിക്കേണ്ട റോളുകൾ. ഒന്നാമതായിട്ട് മുവാലയിലെ മുത്തഹദ്ദിസ് അവൽ, 1ാമത്തെ മുത്തഹദ്ദിസ് നിർവഹിക്കേണ്ട റോൾ പറഞ്ഞാൽ അർളിയത്തുൽ മുനാദറ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു
ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ തറ ഇടൂലെ, അതുപോലെ അതിനൊരു ബേസിക് ആ വിഷയത്തെ താരീഫ് ചെയ്യാം, അഥവാ ഖിതാബുൻ താരീഫ് എന്നാണ് അതിന് പറയല്, അർളിയത്തുൽ മുനാദറ. അപ്പം അതിലെന്തൊക്കെ ഉൾപ്പെടാന്ന് വെച്ചാൽ ഒന്ന് നെസ്സിന്റെ താരീഫ് പറയണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ സയഫ്റുല്ലു ഹാദൽ മജ്ലിസ് അൽ-ളറായിബ് അൽ അഖിയാസിൽ പ്ലാസ്റ്റിക്കിയ. അപ്പം ഈ മുവാലയിലെ ഒന്നാമത്തെ മുത്തഹദ്ദിസ് നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയം എന്ന് വിശദീകരിക്കാം, ആ വിഷയത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാം. അപ്പൊ ഈ പറയപ്പെട്ട വിഷയത്തിൽ ഫർളുൽ ളറായിബ് ടാക്സ് ചുമത്താന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ അതിന്റെ ഒരു താരീഫ് പറയാം. അപ്പൊ ഈ താരീഫ് നമുക്ക് തോന്നും 20 മിനിറ്റല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ താരീഫ് എന്ന് പറഞ്ഞാല് ഡിക്ഷണറി നോക്കി തന്നെ പറയണമെന്നുണ്ടോ? അങ്ങനല്ല. അത് നമ്മളെ ഇതിലേറ്റവും പ്രധാനം പറഞ്ഞാല് മുന്നാമത്തെ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ലോജിക്ക്, 2 ലാംഗ്വേജ്. നമ്മൾ ഖത്തറിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ചാമ്പ്യൻഷിപ്പിന് പോവുകയാണെങ്കിൽ നമ്മുടെ ഭാഷാ സൗന്ദര്യം നോക്കിയിട്ടാവില്ല നമ്മളെ ജയപരാജയങ്ങൾ തീരുമാനിക്കാം. നമ്മുടെ ലോജിക്ക് മുന്നാമത്തെ ഏറ്റവും പ്രധാന ലോജിക്കാ, മന്തിക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു സാധനത്തിനെ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയില്ലേ, ഒരു സാധനത്തിനെ വിമർശിക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ അതിനെന്താക്കുക ഒരു മന്തിഖിയായിട്ടുള്ള ഒരു കഴിവ്, ലോജിക്ക്. അത് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, തഫ്കീർ, ഫിക്ര, അഫ്കാർ. അപ്പം തിങ്കിങ് ആണ് മുനാദറ ഏറ്റവും പ്രധാനം. തഫ്കീറുൻ നഖദി എന്നൊക്കെ പറയും, ക്രിറ്റിക്കൽ തിങ്കിങ്. അപ്പം ഞാൻ പറഞ്ഞത് അറബി മാത്രം ഉണ്ടായതുകൊണ്ട് എന്തില്ല, കാര്യമില്ല. അതിന് കൂടെ കുറച്ച് തിങ്കിങ് കപ്പാസിറ്റിയും കൂടി വേണം. അപ്പം ഇനി എനിക്ക് തിങ്കിങ് കപ്പാസിറ്റി ഇല്ല, അപ്പം എനിക്ക് ഡിബേറ്റ് പറ്റൂല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അപ്പം അതിന് തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, കുറച്ച് വായനകൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം തന്നാൽ ഒരു കാര്യത്തെ വിമർശനാത്മകത എന്ന് പറയില്ലേ, വിമർശിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക. നമ്മളെ മനസ്സോട് തന്നെ ചോദിച്ചപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിൽ ഒരു ഉദാഹരണം പറയാം, ഇവിടെ ഫോൺ അലോഡാണോ ഉപയോഗിക്കൽ? അപ്പം ഞാനൊരു ഉദാഹരണം, ഇപ്പം നമ്മളൊരു വിഷയം ഒരു ഖളിയ തരാണ്, സ്ഥാപനത്തിൽ എന്താക്കണം, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം കേട്ടോ, ഫോണ് അനുവദിക്കണം. ഒരു ഡിബേറ്റിൻ്റെ ഒരു വിഷയമായിട്ട് ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഫോൺ എന്താവണം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് അനുവദിക്കണം. ഇതാണ് ഇപ്പോൾ ഖളിയ എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പം നമ്മൾ ഭാഷ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറേ ഭാഷയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നതിനപ്പുറമായിട്ട് അതിനെ എത്രത്തോളം ഒരു മന്തിക്കിയായിട്ട് ലോജിക്കായിട്ട് സമീപിക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് നമ്മൾ ഒരു വിഷയം കിട്ടിയ ഫസ്റ്റ് വേണ്ടത് തിങ്കിങ് ആണ്, അഥവാ ഭാഷ അല്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ പക്ഷെ ഭാഷ ഇല്ലാതെ മുനാദറ നടക്കില്ല. അതിൻ്റെ ഭാഷത്തിൻ്റെ ഒരു മീഡിയ ആണ്. ആ മീഡിയ ഉണ്ടെങ്കിലല്ലേ നമ്മൾ കാര്യം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ലോജിക്കല്ലാണ്ട് അവതരിപ്പിക്കാനുള്ള ഭാഷ ഇല്ല, കാര്യം ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ മീഡിയം ലാംഗ്വേജ് എന്ന മീഡിയത്തിലൂടെ നമ്മുടെ ലോജിക്ക് അവതരിപ്പിക്കാൻ കഴിയണം. രണ്ടും അനിവാര്യമാണ്. പക്ഷെ ഏറ്റവും പ്രധാനം ലോജിക്കാണ്. അപ്പോൾ ലോജിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ഒഴിഞ്ഞു പോകാനില്ല. അത് പറഞ്ഞത് ലോജിക്കും കൂടി ഇതിൻ്റെ കൂടെ എന്താക്കണം, വർദ്ധിപ്പിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മുവാലയിലെ മുത്തഹദ്ദിസിൽ അവ്വല് അർളിയത്തുൽ മുനാദറ, നമ്മൾ തറട എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു തറട, മുനാദറക്ക് ഒരു തറട എന്താ പറഞ്ഞാൽ എന്താണ് വിഷയം. ഇപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിൽ ടാക്സ് ചുമത്തണം. അപ്പം ഈ ടാക്സ് ചുമത്താന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു താരീഫ് പറയാം. അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ, അൽ അഖിയാസുൽ പ്ലാസ്റ്റിക്കിയ, ഈ പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം എല്ലാ ലഫ്ലിനും താരീഫ് പറയണമെന്നില്ല. അപ്പം അതിൽ മജ്ലിസ് ഉണ്ടാവും, മജ്ലിസിൻ്റെ താരീഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതേപോലെ പ്രധാനപ്പെട്ട റഈസി ആയിട്ടുള്ള ചില മുസ്തലഹാത്തുകൾ, ടേംസ് ഉണ്ടാവും. ആ ടേംസിൻ്റെ എന്ത് പറയാം, അതിൻ്റെ താരീഫ് പറയാം. ഇതാണ് മുവാലയിലെ ഒന്നാമത്തെ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോള്. പിന്നെ പറയേണ്ട ഒരു റോൾ എന്ന് പറഞ്ഞാൽ തൗലീഹു സബബി ദാഇ ഇലൽ മുനാദറ, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുനാദറ നടത്തുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മുഷ്കില, ഒരു പ്രോബ്ലം. ഈ മുനാദറിന്റെ അടിസ്ഥാനം ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുമ്പോൾ അത് പ്രകൃതിക്ക് ദുരന്തം വരുത്തുന്നുണ്ട് എന്നതാണ് അവിടുത്തെ പ്രോബ്ലം. ആ പ്രോബ്ലത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുനാദറ നടത്തുന്നത്. അപ്പൊ അതിന് മുവാലക്കാർ സ്വീകരിക്കുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ടാക്സ് ചുമത്തണം എന്നുള്ളതാണ്. മുആറളക്കാർ സ്വീകരിക്കുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മുനാദറ നടത്തുന്നു, അതിന്റെ സബബ് വിശദീകരിക്കണം. അപ്പൊ സബബ് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഷ്കില പറയേണ്ടി വരും. പ്രോബ്ലം എന്താണ്, ഇവിടെ ഉള്ള പ്രോബ്ലം. അപ്പൊ മുഷ്കില പറയണം. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും, ഹല്ല്. അപ്പൊ മുഷ്കിലക്കുള്ള ഹല്ല് എന്താണ്,
ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മുവാലക്കാരുടെ ഹല്ല് പ്ലാസ്റ്റിക് കവർ. ആദ്യം മുവാലക്കാരുടെ പ്രോബ്ലം എന്താണ്? പ്ലാസ്റ്റിക് കവർ പ്രകൃതിക്ക് ദുരന്തം ഉണ്ടാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതാണ് അവരുടെ പ്രോബ്ലം. അപ്പം അതിനുള്ള പരിഹാരം എന്താണ്? ടാക്സ് ചുമത്തണം. ടാക്സ് ചുമത്തിയാൽ പ്രകൃതിക്ക് എന്തുണ്ടാവില്ല? ദോഷം ഉണ്ടാവില്ല. അപ്പം അതിനുള്ള നത്തീജ, റിസൾട്ട് എന്താ? പ്രകൃതി ദുരന്തം ഒഴിവാക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സബബ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാ: മുഷ്കില, ഹല്ല്, നത്തീജ. ഈ മുഷ്കില, ഹല്ല്, നത്തീജ എന്ന 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ 3 കാര്യങ്ങളാണ് മുവാലയിലെ മുത്തഹദ്ദിസ് ലൗവ നിർവഹിക്കേണ്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഓക്കെ. പിന്നെ മറ്റൊരു റോൾ പറഞ്ഞാല് തത്ബീഖുൽ ഖറാർ എന്ന് പറയും. ഞാൻ അപ്പോൾ വിശദീകരിക്കണില്ല, കാരണം ഒന്നും കൂടി കൂടുതൽ ഇന്റൻസീവായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട്. അപ്പം അത് എല്ലാ വിഷയത്തിലും എന്തുണ്ടാവില്ല? തത്ബീഖുൽ ഖറാർ ഉണ്ടാവില്ല. ജസ്റ്റ് സൂചന മാത്രം തരാം. വിഷയങ്ങൾ പലതരത്തിലുണ്ടാവും. 3 രൂപത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. മുനാദറക്ക് ഏത് വിഷയം വന്നാലും അതിന് മുമ്പ് പറയാനുള്ള വേറെ കാര്യം, മുനാദറഞ്ഞ വിഷയങ്ങൾ ജദലിയായ വിഷയങ്ങളായിരിക്കണം, ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയം. ഉദാഹരണത്തിന് സൂര്യൻ എവിടുന്ന് ഉദിക്കണേ? കിഴക്ക്, ഷർക്ക്, പടിഞ്ഞാറ് അസ്തമിക്കണ്. അപ്പോൾ ഒരു ഡിബേറ്റിന് ഒരു വിഷയം അങ്ങനെ ആക്കാൻ പറ്റുമോ? സൂര്യൻ പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത് എന്ന് ഈ മജ്‌ലിസ് പ്രഖ്യാപിക്കുന്നു. അതൊരു ജദലിയാണോ? അല്ല, അതൊരു യാഥാർത്ഥ്യം, ഒരു ഫാക്റ്റാണ്. അതിൽ ഡിബേറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അതൊരു ഫാക്റ്റാണ്, യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനത്തെ വിഷയത്തിൽ ഡിബേറ്റിന് സ്കോപ്പില്ല. ജദലിയായ വിഷയങ്ങളായിരിക്കണം, ഡിബേറ്റബിൾ ആയിരിക്കണം. ജദല് നമ്മൾ മുനാദറിന്റെ മറ്റൊരു വാക്കാണ് ജദല്, തർക്കം എന്നൊക്കെ പറയില്ലേ. അപ്പൊ മുനാദർ ഡിബേറ്റ് നടക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കണം, ഫാക്റ്റുകളാവാൻ പാടില്ല എന്നർത്ഥം. കാരണം ഫാക്റ്റ് അത് ഹഖീഖത്ത്, അത് യാഥാർത്ഥ്യങ്ങളാണ്. അല്ലെങ്കിൽ ഡിബേറ്റിന് സ്കോപ്പില്ല. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് അത് മനസ്സിലാക്കാം. പിന്നെ ഡിബേറ്റിന്റെ വിഷയങ്ങൾ 3 തരത്തിലാണ്. ഒന്നാമത്തെ മബാദി, ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എക്സ്ട്രാ സൂചിപ്പിക്കുകയാണ്. ഒന്ന് മബാദി, രണ്ടാമത്തേത് തഖ്യീം, മൂന്നാമത്തേത് സിയാസാത്ത്. നമുക്കൊരു വിഷയം കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ട പണി ഈ 3 ഇനത്തിൽ ഏത് ഇനത്തിൽപ്പെട്ട വിഷയമാണെന്ന് നോക്കുകയാണ്. കാരണം ഈ 3 രൂപത്തിലുള്ള വിഷയങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ചർച്ച നടത്തുക. ഒന്നാമത്തേത് മബാദി, നമ്മൾ മബ്ദ എന്ന് പറയില്ല, പ്രിൻസിപ്പിൾ, ഒരു തത്വം എന്നൊക്കെ പറയില്ലേ, അതിനാണ് മബാദി എന്നറിയാം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മജ്‌ലിസ് എന്ത് പറയുന്നു? ഒരാൾക്ക് എത്ര ബിലാ ഹുദൂദ്, അൺലിമിറ്റഡ് ആയിട്ട് ഭൂമി ഉടമപ്പെടുത്താൻ പറ്റും എന്ന് ഈ മജ്‌ലിസ് പ്രഖ്യാപിക്കുന്നു. ഒരാൾക്ക് ഹഖ്ഖു തംലീക് അല്ലെങ്കിൽ ഹഖ്ഖു തമല്ലുക് ബിലാ ഹുദൂദ്, ഒരു ലിമിറ്റും ഇല്ലാതെ ഒരാൾക്ക് എത്ര വേണമെങ്കിലും എന്താക്കാം, ഭൂമി ഉടമപ്പെടുത്താം. അപ്പൊ അത് ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം പറയാണ്, ഒരു തത്വം. അതിലിപ്പോൾ 2 കാര്യം പരസ്പരം ഒരു മുഖാറന ചെയ്യണ്ടോ? ഇല്ല, അതൊരു തത്വം. ഉടമപ്പെടുത്താൻ പറ്റോ പറ്റൂലേ, സിഹത്ത് അദമു സിഹത്ത്, പറ്റോ പറ്റൂല എന്നുള്ള ചർച്ച. അപ്പൊ ഈ സിഹത്ത് അദമു സിഹത്തുമായി ബന്ധപ്പെട്ട ചർച്ചക്കാണ് മബാദി എന്ന് പറയാം, ഖളായൽ മബാദി. അതൊരു കാര്യം പറ്റുമോ പറ്റുകയില്ലയോ എന്ന് ചർച്ച ചെയ്യാം. അതിന് രണ്ടാമത്തെ ടൈപ്പാണ് ഖളായ തഖ്യീം എന്ന് പറയും. നമ്മൾ തഖ്യീം, വാല്യുവേഷനെ തഖ്യീം എന്ന് പറയല്ലോ, വാല്യുവേറ്റ് ചെയ്യുക. അപ്പൊ മുഖാറന, കമ്പയർ ചെയ്യുക. അപ്പൊ 2 കാര്യങ്ങൾ പരസ്പരം കമ്പയർ ചെയ്യുക. ഉദാഹരണത്തിന് മൊബൈൽ ഫോണിന്റെ ഉപകാരം ഉപദ്രവത്തേക്കാൾ എന്താണ് അധികരിച്ചത്, അതൊരു തഖ്യീം അല്ലേ, ഒരു വാല്യുവേഷൻ ചെയ്യലല്ലേ. കാരണം അതിന്റെ ഉപകാരം ഉപദ്രവവും ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ മുഖാറന, കമ്പയർ. ഉദാഹരണത്തിന് വാട്സപ്പിനേക്കാൾ ഉപകാരം ഫേസ്ബുക്കാണ്, ഒരു ഉദാഹരണം പറയാം. അപ്പൊ അങ്ങനെ മുഖാറന, അങ്ങനത്തെ വിഷയങ്ങൾക്കാണ് ഖളായ തഖ്യീം അല്ലെങ്കിൽ ഖളായ മുഖാറന എന്ന് പറയാം. മൂന്നാമത്തെ ടൈപ്പ് ഖളായ സിയാസാത്ത്. സിയാസത്ത് എന്താ? പോളിസി, ഒരു പോളിസി അപ്ലൈ. അപ്പൊ നമ്മൾ നിയമം നടപ്പാക്കൂലേ, അതിനാണ് സിയാസത്ത്. ഉദാഹരണത്തിന് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് എന്ത് പാടില്ല? ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പാടില്ല, അവർക്ക് നിരോധിക്കണം. അല്ലെങ്കിൽ 20 വയസ്സിന് താഴെ ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിരോധിക്കണം. അപ്പൊ അതൊരു നിയമമാണ്, അതൊരു നിയമം, ഒരു സിയാസത്ത്, ഒരു പോളിസി അപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ പാർലമെന്റ് രീതിയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു നിയമം നടപ്പാക്കുക. അതിനാണ് തത്ബീഖുൽ ഖറാർ എന്ന് പറയാം. തത്ബീഖുൽ ഖറാർ, ഒരു നിയമം എന്താക്കുക,
നടപ്പാക്കുക. തത്ബീഖ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കൽ ആകും അല്ലേ? നമ്മൾ ആപ്ലിക്കേഷൻ ഇല്ലേ, മൊബൈലത്തെ ആപ്ലിക്കേഷൻ തത്ബീഖ് എന്ന് പറയില്ലേ? തത്ബീഖ് വാട്സപ്പ് ആപ്ലിക്കേഷൻ. കാരണം തത്ബീഖിനെ പ്രാക്ടിക്കൽ ആക്കുക, തൊബക്ക. ഒരു തത്ബീഖിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതുപോലെ നമ്മളൊരു പ്രൊജക്റ്റ്, ഒരു മഷ്റൂ അപ്ലൈ ചെയ്യുക, അതിനൊക്കെ തത്ബീഖ് എന്ന് പറയും. തത്ബീഖുൽ മശാരിയ, പ്രൊജക്റ്റ് അപ്ലൈ ചെയ്തെങ്കിൽ അതിനെ പ്രാക്ടിക്കൽ ആക്കിയുള്ളതിന്. അപ്പോൾ തന്നെ തത്ബീഖിയ എന്ന് പറയും. എന്ത്? പ്രാക്ടിക്കൽ സെഷൻ. അൽ ജൽസാത്തു തത്ബീഖിയ, പ്രാക്ടിക്കൽ സെഷൻസ്. അപ്പൊ അതാണ് തത്ബീഖുൽ ഖറാർ. ഒരു ഖറാർ അപ്ലൈ ചെയ്യുക, അത് പ്രാക്ടിക്കൽ ആക്കുക, അതാണ്. അപ്പൊ ഈ 3 രൂപത്തിലുള്ള വിഷയം ഉണ്ടാവുക. ഒന്ന് ഖളായ മബാദി, 2 ഖളായ മുഖാറന അല്ലെങ്കിൽ തഖയ്യീം, 3 സിയാസാത്ത്. അപ്പൊ നമുക്കൊരു ഖളിയ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട പണി ഏത് ഇനത്തിൽപ്പെട്ട വിഷയമാണെന്ന് മനസ്സിലാക്കുക. കാരണം ഒന്നാമത്തെ ഇനത്തിൽപ്പെട്ട വിഷയമാണെങ്കിൽ അവിടെ ചർച്ച ചെയ്യേണ്ടത് പറ്റൂല എന്നാ, സിഹത്തും മതസിഹത്തും ചർച്ച ചെയ്യേണ്ടത്. അവിടെ പോയിക്കാണ്ട് തത്ബീഖ് ഖറാർ ചെയ്യാൻ പറ്റുമോ, ഈ നിയമം എങ്ങനെ നടപ്പാക്കാം, അതല്ല അവിടെ ചർച്ച ചെയ്യേണ്ടത്. അത് പറ്റൂല എന്നാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. അതാണ് എന്തിൻ്റെ പ്രത്യേകത? ഒന്നാമത്തെ വിഷയത്തിൻ്റെ പ്രത്യേകത. എന്നാൽ രണ്ടാമത്തെ വിഷയം അങ്ങനെയല്ല. രണ്ടാമത്തെ വിഷയം 2 കമ്പയർ ചെയ്യാം. വാട്സപ്പ് ആണോ നല്ലത്, ഫേസ്ബുക്ക് ആണോ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപകാരമാണോ ഉപദ്രവമാണോ കൂടുതൽ? അപ്പം അത് പരസ്പരം കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ ചെയ്യാം. അപ്പം അതാണ് തഖയ്യീം എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ഒരു സിയാസത്താണ്, ഒരു പോളിസി അപ്ലൈ ചെയ്യുക. അഥവാ 18 അല്ലെങ്കിൽ 20 വയസ്സിന് താഴെ ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിരോധിക്കണം, അവർക്ക് കൊടുക്കാൻ പാടില്ല. അതൊരു നിയമമാണ്, ആ നിയമം നടപ്പാക്കുക. അപ്പൊ ഇതിൽ ഈ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്വാഭാവിക ഒരു നിയമം നടപ്പാക്കുമ്പോൾ ആരാണ് നടപ്പാക്കേണ്ടത്, അത് എങ്ങനെയാണ് അതിന് കൈഫിയത്ത് എന്ന് അറിയില്ലേ, കൈഫിയത്ത് തത്ബീഖ്, എങ്ങനെ നടപ്പാക്കണം. അപ്പൊ അതിൻ്റെയൊക്കെ രൂപങ്ങൾ വിശദീകരിക്കണം. ഒന്നാമത്തെ വിഷയത്തിൽ കൈഫിയത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നിയമമല്ല. രണ്ടാമത്തത് നിയമമല്ല, അത് കമ്പയർ ആണ്. അപ്പൊ അതിൽ കൈഫിയത്ത് വിശദീകരിക്കണ്ട. പക്ഷെ മൂന്നാമത്തെ വിഷയത്തിൽ കൈഫിയത്ത് വിശദീകരിക്കണം. ഞാനത് പറയാൻ കാരണം, ഞങ്ങൾ ഒമാനിൽ ഇതേപോലെ ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോയ സമയത്ത് ഒരു ടീം പരാജയപ്പെടാണ്ടായ ഒരു കാരണത്തിൽ ജഡ്ജസ് പറഞ്ഞൊരു കാരണം സിയാസാത്ത് ആയിട്ടുള്ള ഒരു വിഷയം. അതാ ഈ മൂന്നാമത്തെ വിഷയം ഖളായ സിയാസാത്ത് ആയിരുന്നു വിഷയം, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു, പോളിസിയുമായി ബന്ധപ്പെട്ട. പക്ഷെ അവരെ ഇതിൽ എന്ത് വിശദീകരിച്ചിട്ടില്ല, കൈഫിയത്ത് തത്ബീഖ് വിശദീകരിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് നിയമം നടപ്പാക്കേണ്ടതെന്ന് വിശദീകരിച്ചില്ല. ആ ഒറ്റ കാരണത്താലാണ് അവർക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞത്. അപ്പം ഈ 3 വിഷയങ്ങളും വ്യത്യസ്ത രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഇതാണ് ഒരു വിഷയം കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് ഒരു വിഷയം കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം മുഖാറിനാകുമ്പോൾ 2 കാര്യങ്ങളുണ്ടാവും. അതിൽ ഒരു കമ്പയർ ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും ഉണ്ടാവാം. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ മറ്റേ ഫസ്റ്റത്തെ മബാദി ആണെങ്കിൽ അത് ഒരു കാര്യം പറ്റുമോ അല്ലെങ്കിൽ പറ്റൂലെന്ന് ചർച്ച ചെയ്യലായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് സിയാസത്താണെങ്കിൽ ഒരു നിയമം നടപ്പാക്കാൻ, ഉദാഹരണത്തിന് മൻ ചെയ്യണം, അല്ലെങ്കിൽ റഫ്ല്, അങ്ങനെ കുറേ വാക്കുണ്ടല്ലോ, റഫല, മന, പിന്നെ ഹലറ, അഥവാ നിരോധിക്കാനുള്ള അർത്ഥത്തിൽ കുറേ വാക്കുകൾ. അപ്പൊ കൂടുതലും സിയാസത്തൊക്കെ വരല് ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. സയംനഉ ഹാദൽ മജ്ലിസ്, അല്ലെങ്കിൽ യഹ്ലുറു ഹാദൽ മജ്ലിസ്, അല്ലെങ്കിൽ യർഫലു ഹാദൽ മജ്ലിസ്, ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും സിയാസത്ത് വരിക. എന്നാൽ ഫസ്റ്റത്തെ മബാദി വരല് സയാതഖിദു ഹാദൽ മജ്ലിസ്, അല്ലെങ്കിൽ സയ്യദഉമു ദഅമ എന്ന് പറയില്ലേ, സപ്പോർട്ട് ചെയ്യുക. ദഅമുൻ സഖയ്യ എന്ന് പറയല്ലോ, അകമഴിഞ്ഞ പിന്തുണ ഉള്ളതാണ്. സഖയ്യർ എന്താ, സഖ എന്ന് പറയില്ലേ, ധർമ്മ അല്ലേ. അപ്പം സഖയ്യ എന്ന് പറയും, അകമഴിഞ്ഞ പിന്തുണ. അപ്പം പോലെ സയ്യദഉമു ഹാദൽ മജ്ലിസ്, സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ യാതഖിദു ഹാദൽ മജ്ലിസ്, യറ ഹാദൽ മജ്ലിസ്, ഈ മജ്ലിസ് കാണുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു, അഭിപ്രായപ്പെടുന്നു, ആ അർത്ഥത്തിൽ. എന്നാൽ നേരെ മറിച്ച് രണ്ടാമത്തെ തഖയ്യീമിയായിട്ടുള്ള വിഷയമാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, സയ്യുഫല്ലിലു ഹാദൽ മജ്ലിസ്. യുഫല്ലിൽ പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പ്രിയോറിറ്റി കൊടുക്കാറില്ലേ, തഫ്ലീൽ അറിയില്ലേ, ഒന്നിനും മറ്റേനെക്കാട്ടി പ്രിയോറിറ്റി കൊടുക്കുക. അഥവാ വാട്സപ്പാണ് ഫേസ്ബുക്കിനേക്കാൾ ഒന്നും കൂടി മികച്ച് നിൽക്കുന്നത്. അപ്പം അങ്ങനെ യുഫല്ലിൽ ഹാദൽ മജ്ലിസ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെയും വരും. എങ്ങനെ, ഉദാഹരണത്തിന് സയാതഖിദു ഹാദൽ മജ്ലിസ് അന്ന അൽ ഹവാതിഫ് അസ്സക്കിയ അന്ന ഫവായിദൽ ഹവാതിഫ് അസ്സക്കിയ തുഫൂഖു അളറാറഹ. ഒരു ഉദാഹരണത്തിന്, അഥവാ സ്മാർട്ട് ഫോണിൻ്റെ ഫവായിദ് തുഫൂഖു അളറാറഹ, അതിൻ്റെ അളറാറിനേക്കാൾ മികച്ചതാണ്, അഥവാ ഉപദ്രവത്തെക്കാൾ കൂടുതൽ ഉപകാരമാണ് ഒരു ഉദാഹരണം. അപ്പം ഇതാണ് തഖയ്യീമിയായ വിഷയം. അപ്പം ഈ 3 നൗകൾ നമ്മൾ പ്രധാനമായിട്ട് ബേസിക്കായിട്ട് മനസ്സിലാക്കുക.
ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് നമ്മളെ ഡിബേറ്റിൻ്റെ വിഷയങ്ങളൊക്കെ വളരെ സുഖമായിരിക്കും. അപ്പോൾ അതിലിഞ്ഞ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ ആൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോള് മുവാലയിൽ ഒന്നാമത്തെ നിർവഹിക്കേണ്ട റോള് ഒന്ന് അർളിയത്തുൽ മുനാദറ, താരീഫുകൾ പറയാം. രണ്ടാമത്തേത് സബബ് പറയാം, സബബിൽ മുഷ്കില ഹല്ല് നതീജൊക്കെ പറയാം. മുവാലിൻ്റെ ഹല്ല് എന്തായിരിക്കും അറിയോ? അവിടെ ഖളിയനകരം, മുവാലിൻ്റെ ഹല്ല് ഖളിയനകരം. ഉദാഹരണത്തിന് ഈ മജ്ലിസ് പ്ലാസ്റ്റിക് കവറിൻ്റെ മേൽ ടാക്സ് ചുമത്തുന്നു എന്ന് പറഞ്ഞാൽ പ്രോബ്ലം എന്തായിരിക്കും? പ്രകൃതിക്ക് ദുരന്തമുണ്ട്, പരിഹാരം എന്താ? ടാക്സ് ചുമത്തണം. ടാക്സ് ചുമത്താനാണ് പരിഹാരം. അപ്പൊ ആ പരിഹാരം ഹല്ല്, മുവാലന്റെ ഹല്ല് എന്തായിരിക്കും? ഖളിയനായിരിക്കും. എന്നാൽ മുആറളന്റെ ഹല്ല് എന്താവില്ല? ഖളിയാവില്ല. ഖളിയന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പം നതീജയും ഒന്നായിരിക്കും, രണ്ട് ടീമിന്റെ നതീജയും ഒന്നായിരിക്കാം. ഉദാഹരണത്തിന് മുവാലന്റെ നതീജ എന്താ? പ്രകൃതിയെ സംരക്ഷിക്കുക. മുആറളന്റെ നതീജ തന്നെയാണ് പ്രകൃതിയെ സംരക്ഷിക്കുക. പക്ഷെ ഹല്ല് എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുവാലന്റെയും മുആറളന്റെയും മുഷ്കിലയും നതീജയും സെയിം ആവാതിരിക്കാം, കൂടുതൽ സെയിം ആയിട്ടാണ് വരില്ലേ. പക്ഷെ ഹല്ല് ഒരിക്കലും എന്താവില്ല? സെയിം ആവില്ല. നമ്മൾ റൂട്ട് ലക്ഷ്യം ഒന്നാണ്, റൂട്ട് വ്യത്യാസം ഉണ്ടാവുന്ന അറിയില്ലേ എന്ന് പറഞ്ഞ പോലെ രണ്ട് ടീമിൻ്റെ ലക്ഷ്യം ഒന്നാ, പ്രകൃതിയെ സംരക്ഷിക്കണം. പക്ഷെ രണ്ടും ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന ശൈലി വ്യത്യാസമാണ്. മുവാല സ്വീകരിക്കുന്ന ശൈലി എന്ന് പറഞ്ഞാൽ ടാക്സ് ചുമത്തണം, പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ടാക്സ് ചുമത്തണം. മുആറളന്റെ ശൈലി പറഞ്ഞാലോ ഒരു വേറൊരു ശൈലി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ രണ്ടിൻ്റെയും ശൈലി വഴി വ്യത്യാസമാണ്, പക്ഷെ ലക്ഷ്യം ഒന്നാണ്. അപ്പം മുവാലയിലെ മുത്തഹദ്ദിസുൽ അവ്വൽ എന്ത് പറയണം? അർളിയത്തുൽ മുനാദറ പറയണം, സബബും പറയണം. പിന്നെ മൂന്നാമതായിട്ട് ഒരു ഹുജ്ജ പറയാം. ഹുജ്ജ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെളിവ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു റിസർച്ച് ചെയ്ത ഒരു കാര്യം അവതരിപ്പിക്കൂലേ. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. സയംനഉ ഹാദൽ മജ്ലിസ് അൽ വജബാത്തി സരിഅ. വജബത്തുൻ സരിഅ എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ് ഫുഡ് നിരോധിക്കുന്നു. സയംനഉ ഹാദൽ മജ്ലിസ് അൽ വജബാത്തി സരിഅ. ഈ മജ്ലിസ് ഫാസ്റ്റ് ഫുഡ് നിരോധിക്കുന്നു. ആ വിഷയത്തിൽ മുവാലയിലെ ഒന്നാമത്തെ ആളൊരു ഹുജ്ജ പറയണം. ഉദാഹരണത്തിന് ഹുജ്ജ എങ്ങനെ പറയാനുള്ളൊരു ഉദാഹരണം പറയാം കേട്ടോ. ഞാൻ മലയാളത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഫാസ്റ്റ് ഫുഡ് മാരകമായ രോഗങ്ങളിലേക്ക് എത്തിക്കും. ഹുജ്ജ 3 സ്റ്റെപ്പായിട്ടാണ് വരിക. അതിന് താആത്തു സലാസ് എന്നാണ് പറയുക. താആത്തു സലാസ്, ഒന്ന് തൗക്കീദ്, താലീല്, തദ്ലീൽ, 3 താകൾ. ഹുജ്ജ എന്ന് പറഞ്ഞാൽ മുനാദറയിലെ ഹുജ്ജ എന്ന് പറഞ്ഞാൽ താആത്തു സലാസ് ആണ്. താആത്തു സലാസ് പറഞ്ഞാൽ 1 അത്തൗക്കീദ്, 2 അത്താലീല്, 3 അത്തദ്ലീൽ. ഒന്നാമത്തെ തൗക്കീദ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. അതായത് ഫാസ്റ്റ് ഫുഡ് അൽ വജബാത്തു സരിഅ തുഅദ്ദി ഇലാ അൽ അംറാദ്. അപ്പം രോഗത്തിലേക്ക് എത്തിക്കും. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. അതൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു തൗക്കീദാണ്. അതാണ് ഹുജ്ജയിലെ ഫസ്റ്റ് പറയേണ്ടത്. പിന്നെ താലീൽ പറയാം. താലീൽ പറഞ്ഞാൽ ഇല്ലത്ത് പറയാം. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് മാരകമായ രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതിന്റെ കാരണം പറയാം. എന്തായിരിക്കും കാരണം? ഒരു ഉദാഹരണത്തിന് ഫാസ്റ്റ് ഫുഡ് രോഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം, ഒരു ഇല്ലത്ത് എന്താണ്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കെമിക്കൽസ്. കാരണം ഫാസ്റ്റ് ഫുഡ് നിർമ്മിക്കപ്പെടുന്നത് കൂടുതലും കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതൊരു ഇല്ലത്തല്ലേ? അപ്പം നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഫാസ്റ്റ് ഫുഡ് മാരകമായ രോഗങ്ങളിലേക്ക് എത്തിക്കും. അതാണ് തൗക്കീദ്, സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ താലീൽ, ഇല്ലത്ത് പറയാം. എന്തുകൊണ്ട് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു, അതിനുള്ള ഇല്ലത്ത് എന്താണ്? കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇതൊരു ദലീൽ വരാം. ദലീലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവങ്ങൾ, ഇപ്പം ദലീലായിട്ട് നമുക്ക് എന്തും പറയാം. റിപ്പോർട്ടുകൾ പറയാം, പഠനങ്ങൾ പറയാം, സംഭവങ്ങൾ പറയാം. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വർഷം ഇത് ഉള്ളതാണോ ഇല്ലാത്താണോ അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം പറയാം. 2024 ക്യാൻസർ ബാധിച്ച് മരിച്ച ആളുകളിലെ 80% ആളുകളും ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് മരിച്ചത്. ഒരു ഉദാഹരണം, ഒരു ദലീൽ. ഉള്ളതാണോ ഇല്ലാത്താണോ എന്നുള്ളതല്ല, ഞാനൊരു മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 2024 ക്യാൻസർ ബാധിച്ച് മരിച്ച ആളുകളിൽ 80% ആളുകളും മരിച്ചത് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു ദലീലല്ലേ? അപ്പം അതിലെന്തൊക്കെ ഉൾപ്പെട്ട്? ഫാസ്റ്റ് ഫുഡിൽ കഴിച്ചത് കൊണ്ട് മരിച്ചു,
മരിക്കാൻ കാരണം കെമിക്കൽ. അപ്പൊ ഈ 3 തൗക്കീദ്, താലീൽ, തദ്ലീൽ, ഈ 3 താഅത്തു സലാസ് ഉൾപ്പെട്ടതാണ് ഏത്? ഹുജ്ജ. അപ്പം ഒന്നാമത്തെ ആള് ഒരു ഹുജ്ജെങ്കിലും ചുരുങ്ങിയത് പറയാം. അപ്പൊ ഇതാണ് മുവാലയിലെ ഒന്നാമത്തെ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട റോളുകൾ. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്നാമത്തേത് അർളിയത്തുൽ മുനാദറ, രണ്ടാമത്തേത് സബബ്, മൂന്നാമത്തേത് ഹുജ്ജ. ഈ 3 കാര്യമാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. നമ്മൾ മുആറലയിലെ ഒന്നാമത്തെ ആൾക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ മുവാലയിലെ ഒന്നാമത്തെ ആൾക്ക് മനസ്സിലാക്കിയാൽ ബാക്കികളൊക്കെ സുഖകാരം. ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് പോകാനേ ഉണ്ടാവുള്ളൂ. നമുക്ക് മുആറിലത്തെ ആളെ നോക്കുകയാണെങ്കിൽ മുആറലയിലെ ഒന്നാമത്തെ ആള് താരീഫ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? മുവാലയിലെ ഒന്നാമത്തെ ആള് പറഞ്ഞു കഴിഞ്ഞ് താരീഫ് ഒരാൾ പറഞ്ഞാൽ മതി. പക്ഷെ മുആറിലത്തെ ഒന്നാമത്തെ ആൾക്ക് എന്ത് പറയാറിയോ? മുവാലയിലെ ആട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. അവൻ പറഞ്ഞ താരീഫ് ശരിക്കും അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്ന് തിരുത്താനുള്ള അവസരമുണ്ട്. മുവാലയിൽ ഒന്നാമത്തെ ആൾ പറഞ്ഞ താരീഫ് ശരിയാണെങ്കിൽ പിന്നെ മുവാറിൽ ഒന്നാമത്തെ ആൾക്ക് അതിനുള്ള താരീഫിനുള്ള സ്കോപ്പില്ല. പിന്നെ അത് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. മുആറിലയിലെ ഒന്നാമത്തെ ആള് മുവാലയിലെ ഒന്നാമത്തെ ആൾ പറഞ്ഞതിനെ തഫ്നീദ് ചെയ്യണം. തഫ്നീദ് ചെയ്യാൻ എന്താ? അതിനെ ഇബ്താൽ ചെയ്യാന്ന് പറയും, ബാത്തിലാക്കാം. അവൻ പറഞ്ഞത് ശരിയല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ മുവാലയിലെ ഒന്നാമത്തെ ആൾ ഒരു വാദം, ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റ് എന്തല്ല? ശരിയല്ല, കാരണം ഇതാണ് എന്ന് മുആറിലയിലെ ഒന്നാമത്തെ ആൾ വിശദീകരിക്കണം. അതാണ് ഇവിടെ ആദ്യം എന്ത് പറഞ്ഞു? അത്തഫഉൽ മാ അർളിയത്തുൽ മുനാദറ. അർളിയത്തുൽ മുനാദറയുമായിട്ട് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം സൂചിപ്പിക്കാൻ അർത്ഥം. താരീഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം സൂചിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ തഫ്നീദ് ഹുജജിൽ മുത്തഹദ്ദിസിൽ അവ്വൽ മിനൽ മുവാല. മുവാലയിലെ ഒന്നാമത്തെ മുത്തഹദ്ദിസ് പറഞ്ഞതിനെ തഫ്നീദ് ചെയ്യാം, അതിനെ ബാത്തിലാക്കുക. ആ ആർഗ്യുമെന്റ് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരട്ടോ, എന്തുകൊണ്ട് ശരിയല്ല എന്ന് കൂടി പറയണം. മൂന്നാമത്തെ കാര്യം, ഒന്നോ അതിൽ കൂടുതലോ ഹുജ്ജ പറയാം. കൂടുതലും ഒരു ഹുജ്ജയൊക്കെ പറഞ്ഞാൽ മതിയോ? ഒരു ഹുജ്ജ പറയാം. ഇതാണ് മുആറിലയിലെ ഒന്നാമത്തെ ആൾ ചെയ്യേണ്ടത്. ഒന്ന്, താരീഫിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, പിന്നെ അതുപോലെ തന്നെ തഫ്നീദ് ചെയ്യാം, പിന്നെ ഹുജ്ജ പറയാം. ഈ 3 കാര്യങ്ങളാണ് മുആറിലയിലെ ഒന്നാമത്തെ ആൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഇനി മുവാലയിലെ മുത്താജിസു സാനി. മുവാലയിലെ മുത്താജിസു സാനിയും മുആറിലെ മുത്താജിസു സാനിൻ്റെ റോൾ ഒന്നാ. മുവാലൻ്റെ ആൾ ഫസ്റ്റത്തെ ആളാണ്, താരീഫ് പറയണം. മുആറിൻ്റെ ആൾക്ക് എന്ത് പറഞ്ഞാൽ മതി? താരീഫ് തെറ്റിനെ തിരിച്ചാൽ മതി. ഇങ്ങനെയുള്ളൊക്കെ സെയിം റോളുകളായിരിക്കും. മുവാലാവട്ടെ മുആറിലാവട്ടെ മുത്തഹദ്ദിസു സാനിയാണോ സെയിം റോളാ. ഒന്ന്, എതിർ ടീം പറഞ്ഞതിനെ തഫ്നീദ് ചെയ്യുക, അതിനെ ബാത്തിലാക്കുക, ആ ആർഗ്യുമെന്റ് ശരിയല്ല എന്ന് തെളിയിക്കുക. ഒന്ന്. രണ്ടാമത്തേത് ഹുജ്ജ പറയാം. അപ്പോൾ ഒന്നാമത്തേൽ തഫ്നീദ് ചെയ്യണതിനെ അതിനെ 2 കാറ്റഗറി ആക്കാൻ പറ്റും. ഒന്നുപോലെ ഹുജ്ജയെ തഫ്നീദ് ചെയ്യാം, ആ ഹുജ്ജയെ നമുക്ക് തഫ്നീദ് ചെയ്യാം. രണ്ടാമത്തേത് നമ്മുടെ ടീമിനെ തഫ്നീദ് ചെയ്ത് സംസാരിച്ചാലോ, അതിനെ വീണ്ടും തഫ്നീദ് ചെയ്യാം. റദ്ദു അല തഫ്നീദ്. തഫ്നീദ് എന്നും പറയാന് തഫ്നീദിന് പിന്നെ എന്താക്കുക? തഫ്നീദ് ചെയ്യാം. അപ്പം മുവാലാവട്ടെ മുആറിലാവട്ടെ മുത്തഹദ്ദിസു സാനിയാണോ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് തഫ്നീദ് ചെയ്യാം, 2 ഹുജ്ജ പറയാം. ഈ 2 റോളാണ് മുത്തഹദ്ദിസു സാനിക്കുള്ളത്. നമ്മൾ മുത്തഹദ്ദിസു സാലിസിലേക്ക് കടക്കുകയാണെങ്കിൽ മുവാലായാലും മുആറിലായാലും മുത്തഹദ്ദിസു സാലിസ് ഒരു നിലക്ക് ഹുജ്ജ പറയാൻ പാടില്ല. മുത്തഹദ്ദിസു സാലിസ് ആണെങ്കിൽ തഫ്നീദിന് മാത്രമുള്ള ആളാണ്. ഞാൻ മുവാലാണെങ്കിൽ മുആറിലക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ തഫ്നീദ് ചെയ്യാം. മുആറിലാണെങ്കിൽ മുവാലക്കാർ മുആറിലയെ പൂർണ്ണമായിട്ട് തഫ്നീദ് ചെയ്യാം. മൂന്നാമത്തെ ആള് പുതിയതായിട്ടൊന്നും പറയാൻ പാടില്ല, പറഞ്ഞ കാര്യങ്ങളെ തഫ്നീദ് ചെയ്യുക, അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക. അതാണ് മൂന്നാമത്തെ ആൾ ചെയ്യേണ്ടത്. അപ്പൊ ഹുജ്ജ പറയേണ്ടത് ആരൊക്കെ? ഒന്നാമത്തെയും രണ്ടാമത്തെയും ആൾക്കാർ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ആൾ നിർവഹിക്കേണ്ട റോള്. ഇപ്പൊ നമ്മള് മുവാലയിലെയും മുആറിലെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ആളെ റോള് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു മത്സരം നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു മുത്തഹദ്ദിസു സാലിസ് ആണെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ട റോളാണ് നമ്മൾ പറഞ്ഞത്. ഹുജ്ജ പറയണം. ഇത് പ്രധാനപ്പെട്ട റോളുകൾ കേട്ടോ. ഇനി പൂർണ്ണമായിട്ടും ഉള്ളൊരു റോളുകളുണ്ട്. ഉദാഹരണത്തിന് ഇഫ്തിതാഹ് പറയാം, ആദ്യം സദസ്സിനെ അഭിസംബോധനം ചെയ്യാം, പിന്നെ നമ്മളെ മൗഖിഫ് എന്താണെന്ന് പറയാം, ഹദഫ് പറയാം. അതൊരു വിശദമായ രൂപമായി നമ്മൾ ഇൻഷാ അല്ലാഹ് ശേഷം ചർച്ച ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന് സാലിസ് ആണെങ്കിൽ 1 തഫ്നീദ്, 2 ഹുജ്ജ.
ഇനി നമ്മൾ 4ാമത് റോള് പറഞ്ഞിരുന്നു, ഖിതാബുർ റദ്ദ്. ഖിതാബുർ റദ്ദിന് 3.5 മിനിറ്റാണ് നമ്മൾ പറഞ്ഞു. ഖിതാബുർ റദ്ദ് എന്താണെന്ന് ചോദിച്ചാൽ മുഖാറന ചെയ്യല, 2 ടീം തമ്മിൽ മുഖാറന ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പം മുവാലയിലെ ഖിതാബുർ റദ്ദ് പറയുന്ന ആളാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഞങ്ങൾ ടീം ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, മറ്റേ ടീം ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വിഷയത്തിൽ. അപ്പോൾ അത് തമ്മിൽ ഇങ്ങനെ മുഖാറന ചെയ്യാം. ഞങ്ങൾ ആർഗ്യുമെൻ്റ് ഇങ്ങനെയായിരുന്നു, ഓരോ ആർഗ്യുമെൻ്റ് എങ്ങനെയാണ്, ഞങ്ങളെ ഹുജ്ജ എങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഞങ്ങൾ പിന്നെ മുദാഖലക്ക് 15 സെക്കൻഡ് ഉപയോഗിച്ചിട്ടുള്ളൂ, അതിനെക്കാട്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഇതിൽ പറയാൻ പാടില്ല. അതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അത് ആരും നോക്കും, ജഡ്ജസ് നോക്കും. നമ്മൾ ചർച്ചയൊക്കെ ചെയ്യേണ്ട, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം ചർച്ച ചെയ്യാം. ഈ വിഷയത്തിൽ ഞങ്ങൾ ആർഗ്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്യാം. ആർഗ്യുമെൻറ്റിൽ നമ്മളെ ഹുജ്ജ ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷെ അവർ അത് സ്വീകരിച്ച ശൈലി വ്യത്യസ്തമായിട്ട് അതിനെ മുഖാറന ചെയ്യാം. പിന്നെ ഖിതാബുൽ വേണ്ടത് എന്തുകൊണ്ട് എൻ്റെ ടീം ജയിച്ചു, എൻ്റെ ടീം ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ. ജയിച്ചിട്ടില്ല, റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ടീം ജയിക്കാൻ അവകാശിയാണ്, എന്തുകൊണ്ട്, അതിനുള്ള കാരണങ്ങൾ അതിങ്ങനെ വിശദീകരിക്കാം. അത് പല രീതിയിൽ വിശദീകരിക്കാം. ഔവലൻ, ഒന്നാമതായിട്ട് ഇതാണ് കാരണം, സബബ് സാനി ഇതാണ്, നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ സിമ്പിളായിട്ട് കാര്യം ഇങ്ങനെ അവതരിപ്പിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തിൽ വേണ്ടത്, ഖിതാബുർ റദ്ദിൽ വേണ്ടത്. അപ്പം ഒന്ന് മുഖാറന, രണ്ടാമത്തേത് അസ്ബാബുല്ലത്തി തജഅലു ഫരീഖഹു യസ്തഹിഖുൽ ഫൗസ ഫിൽ മുനാദറ, മുനാദറയിൽ എന്തുകൊണ്ട് വിജയിക്കാൻ അവകാശിയാണ് എന്ന് അവതരിപ്പിക്കുക, അത് സ്ഥിരപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. വിഷയത്തിൽ ഞാൻ 3 ഇനങ്ങൾ ചർച്ച ചെയ്തു, ആരൊക്കെ എന്തൊക്കെ റോളുകൾ നിർവഹിക്കേണ്ടതെന്ന് ചർച്ച ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട റോളൊക്കെ ചർച്ച ചെയ്തു. നമ്മൾ അടുത്തൊരു ചർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രം ചർച്ച ചെയ്ത്, തഫ്നീദ് ഹുജ്ജ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം, പ്രധാനപ്പെട്ട റോള്. നമ്മൾ ഫുൾ തുടക്കം മുതൽ അവസാനം വരെ ഫുൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് അല്ല മുത്തഹദ്ദിസ് അവ്വൽ, ഒന്നാമത്തെ മുത്തഹദ്ദിസ്, മുവാലയിലെ ഒന്നാമത്തെ മുത്തഹദ്ദിസ്, അത് ഇഫ്തിതാഹ് പറയാം. ഉദാഹരണത്തിന് ഇതിൽ യൂട്യൂബ് ഉണ്ടോ, കിട്ടുമോ? ലാപ്പിലെടുക്കില്ല? ഏതാ സുഖം? ഇതാണെങ്കിൽ ഇതിലെടുത്തോളെ. ഞാനൊരു ഉദാഹരണം ഇട്ടരാട്ടോ. ഒരു ഖത്തറിൽ നടന്ന ഏറ്റവും അവസാനം നടന്ന ഒരു 7th ഇൻ്റർനാഷണൽ അറബി ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഉദാഹരണം. വരില്ലേ? പ്രശ്നമുണ്ടാവില്ലേ? ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മുവാലയിലെ മുത്തഹദ്ദിസുൽ അവ്വൽ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട റോൾ നമ്മൾ പറഞ്ഞു. അർലിയത്തുൽ മുനാദറ, പിന്നെ സബബ്, ഹുജ്ജ. ഇനി അത് മൊത്തത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട റോളാണ്. ഇനി മൊത്തത്തിൽ പറയണം, ഒന്ന് ഇഫ്തിതാഹ് പറയണം. ഉദാഹരണത്തിന് അപ്പോൾ ഒരു മുത്തഹദ്ദിസുൽ അവ്വലാണെങ്കിൽ എന്ത് പറയാം, സദസ്യനെ അഭിസംബോധനം ചെയ്യാം. ആദ്യം ജഡ്ജസിനെ അഭിസംബോധന ചെയ്യാം, അയ്യുഹൽ ഹുക്കാം അൽ ഉദൂൽ, അതുപോലെ തന്നെ അൽ ജുംഹൂറുൽ കരീം, കിലൽ ഫരീഖൈൻ, ഫരീഖ് അൽ മുവാല, ഫരീഖ് അൽ മുആറള, ഇത് അവരൊന്ന് ജസ്റ്റ് അഭിസംബോധന ചെയ്യുക. അതാണ് ഇഫ്തിതാഹ് ഉദ്ദേശിച്ചത്.
അപ്പോൾ അതാണ് ഇഫ്തിതാഹ്. പിന്നെ താരീഫ് ബിൽ ഖദിയ, ആ ഖദിയ താരീഫ് ചെയ്യുക, അതിൽ പ്രധാനപ്പെട്ട മുസ്തലഹാത്ത് ടേംസുകളൊക്കെ എന്താണെന്ന് വിശദീകരിക്കുക. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ആരാണ് എന്താണ് ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് താരീഫ് ബിൽ ഖദിയ. പിന്നെ മുഷ്കിൽ പറയാം, അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് പറയാം. ഹദഫ് പറയാം, നമ്മൾ ആ പ്രകൃതി പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ടാക്സ് ചുമത്താനുള്ള വിഷയമാണെങ്കിൽ അവിടുത്തെ ഹദഫ് എന്താ? പ്രകൃതിയെ സംരക്ഷിക്കണം, അതാണ് ഹദഫ്, പ്രകൃതിയെ സംരക്ഷിക്കണം. പിന്നെ ഇസ്ത്രാറ്റീജിയത്തുൽ ഫരീഖ്, ആ ടീമിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാൻ മുത്തഹദ്ദിസുൽ അവ്വലാണ്, ഞാനിവിടെ ഒരു ഹുജ്ജ പറയും, എൻ്റെ ശേഷം രണ്ടാമത്തെ മുത്തഹദ്ദിസ് വരും, രണ്ടാമത്തെ മൂന്നാമത്തെ ഹുജ്ജ പറയും, മൂന്നാമത്തെ മുത്തഹദ്ദിസ് തഫ്നീദ് ചെയ്യും. ആ ടീമിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആരൊക്കെ എന്തൊക്കെ റോള് നിർവഹിക്കുക എന്നുള്ളത്, അത് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. അതാണ് ഇസ്ത്രാറ്റീജിയത്തുൽ ഫരീഖ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഹുജ്ജകൾ പറയാം, ഹുജ്ജ്. പിന്നെ ഖുലാസത്തുൽ ഖിതാബ്, പിന്നെ ഈ പറഞ്ഞ മൊത്തം ഷോർട്ടാക്കിയിട്ട് ആ മൗഖിഫ് എന്താണെന്നുള്ളത് ഷോർട്ടാക്കി പറയാം. ഇതാണ് ഒന്നാമത്തെ പൂർണ്ണമായി നിർവഹിക്കേണ്ട ഫുൾ അദ്ദേഹത്തിൻ്റെ ഫുൾ റോള്. ഇനി മുആറളാണെങ്കിൽ ഇതേപോലെ തന്നെ ഇഫ്തിതാഹ്, ഇസ്ത്രാറ്റീജിയത്തുൽ ഫരീഖ് ഉണ്ട്, ഹദഫ്, പിന്നെ എക്സ്ട്രാ ഉള്ളത് ഏതാ? തഫ്നീദ്. ഒന്നാമത്തെ ആൾക്ക് തഫ്നീദ് ചെയ്യാൻ ആരുമില്ല. ഒന്നാമത്തെ ആൾ മുറാദിലെ ഫസ്റ്റത്തെ ആളാണ്, അയാൾ മുമ്പ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല തഫ്നീദ് ചെയ്യാൻ. പക്ഷെ രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് എന്തുണ്ട്? മുമ്പൊരാൾ അവതരിപ്പിച്ചുകൊണ്ട് തഫ്നീദ് ചെയ്യാണ്ട്. പിന്നെ ഹുജ്ജ പറയാം, ഖുലാസ പറയാം. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഉള്ളത് തഫ്നീദാണ്. ഇതിലില്ലാത്തതോ താരീഫും. കാരണം താരീഫ് ഒന്നാമത്തെ ആൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ താരീഫ് കുറഞ്ഞു, പക്ഷെ തഫ്നീദ് കൂടി. പിന്നെ മുഷ്കില ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുഷ്കില സെയിമൻ ആയിരിക്കും എന്നതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. ഇനി വ്യത്യസ്തം ഉണ്ടെങ്കിൽ എന്താക്കാം, മുഷ്കിലയും പറയാം. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ ആള്, മുവാലയിലെയും മുആറളയിലെയും ഒന്നാമത്തെ ആളുടെ റോള്. ഇഫ്തിതാഹ്, താരീഫ്, മുഷ്കില, ഹദഫ്. ഹദഫ് പിന്നെ എല്ലാവരും പറയണം കേട്ടോ, ഹദഫ് എല്ലാവരും പറയണം. എന്താണ് അവിടെ ഹദഫ്? ഈ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കണം, അതെല്ലാവരും പറയാം. പിന്നെ ഹുജ്ജകൾ ഒന്നാമത്തെ രണ്ടാമത്തെ ആൾ മാത്രം പറഞ്ഞാൽ മതി. തഫ്നീദ് മുവാലയിലെ ഒന്നാമത്തെ ആളില്ലാത്ത ബാക്കി എല്ലാവരും പറയണം. ഓക്കെ, കണ്ടുവന്നോ? സൗണ്ട് കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന 7th ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫലസ്തീൻ ടീമാണ്. അപ്പം അതിൻ്റെ ജസ്റ്റ് അപ്പം ഇതിൽ ഇഫ്തിതാഹ് പല രീതിയിലും പറയാം. വലിപ്പം എത്ര പറയണ്ടുള്ളൂ? സയ്യിദത്തി വസാദാത്തി അഹ്ലൻ വസഹ്ലൻ ബികും ജമിഅൻ. സിമ്പിളായിട്ട് ഇനി വിശദീകരിക്കുകയാണെങ്കിൽ ജഡ്ജസ്, പ്രിയപ്പെട്ട ജഡ്ജസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ജുംഹൂർ, 2 ടീമുകൾ, അങ്ങനെയും പറയാം. വ്യത്യസ്ത അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, അത് പറയാന്നുള്ളതാണ്. ഇനി പറഞ്ഞില്ല വെച്ചിട്ട് നമ്മൾ തോൽക്കൊന്നുമില്ല. അതിൻ്റെ ഒരു നമ്മൾ തുടക്കം ഒന്ന് ഉഷാറാക്കാൻ അറിയില്ല, അതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാണ്. അതെന്താ പറഞ്ഞു വെച്ചാൽ വിഷയം ഏത് വിഷയത്തിലാണ് ചർച്ച ചെയ്യാൻ പോണത്. അപ്പോൾ ആ വിഷയം എന്താണ് ആദ്യം എന്ന് പറഞ്ഞു. ഇനി നമ്മളെ ടീമിൻ്റെ മൗഖിഫ് എന്താണെന്നാണ് പറയാൻ പോണത്. മാതാ നക്സിദ് എന്ന് പെട്ട് പറഞ്ഞില്ലേ, അഥവാ താരീഫ് പറയാണ്, എന്താണ് ആ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാതാ നക്സിദ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാം, പല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. അപ്പം മാതാ നക്സിദ് ബിൽ അഖിയാസൽ പ്ലാസ്റ്റിക്കിയ, എന്നിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പം അതിൻ്റെ ചെറിയ രൂപം കാണിച്ചു തരാം. അപ്പം അങ്ങനെ എന്ത് പറഞ്ഞു, മൗഖിഫ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ഒരു ഇഫ്തിതാഹിൻ്റെ രൂപം കാണിച്ചാണ് ഇട്ടതാണ്. ഇതിങ്ങനെ പോയാൽ 1 മണിക്കൂർ കുറേ സമയമുണ്ട്, നമുക്ക് പുറമായിട്ട് ഹല്ല് ചെയ്യാൻ നമുക്ക് എന്തില്ല, ടൈമില്ല. അപ്പം ഇത് ഫൈനൽ റൗണ്ട്. ഒരു ഫൈനലിൻ്റെ ഒരു വീഡിയോ വേറെ ഇട്ടുതരാം.
من القرارات. في الحقيقة إننا نتناقض ولكن ഇതൊരു ഫൈനലിൻ്റെ ഒരു മുനാദറ, ഫൈനൽ റൗണ്ട്. പിന്നെ വേറെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നമ്മളിനി ഖത്തർക്കൊക്കെ പോകുമ്പോൾ 2 കാറ്റഗറി ആയിട്ട് നടത്തല്. കാരണം അറബി സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട്, സംസാരിക്കാത്ത രാജ്യമുണ്ട്. അത് 2 വിഭാഗക്കാരാണ്. സംസാരിക്കുന്ന രാജ്യത്തിൽ ഫിഅത്തുൽ മഫ്തൂഹ എന്ന് പറയാം. അപ്പോൾ അതിൽ അറബി സംസാരിക്കുന്ന രാജ്യക്കാർ മാത്രം ഉണ്ടാവും. അതിലൊരു ചാമ്പ്യൻ ഉണ്ടാവും. അറബി സംസാരിക്കാത്ത രാജ്യങ്ങളൊക്കെ വേറെ ആക്കിയിട്ട് അതിന് വേറെ മത്സരമായിരിക്കും ഉണ്ടാവുക. അതിൽ വേറെ ചാമ്പ്യൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ എന്തൊക്കെയുള്ള അവസരങ്ങളുണ്ട്, ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാനുള്ള അവസരങ്ങളുണ്ടാവും. അഥവാ അറബി സംസാരിക്കുന്ന രാജ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടൂല എന്നുള്ള എന്തില്ല, പ്രശ്നം അവിടെ ഇല്ല. അപ്പം ഇതിപ്പം അറബി സംസാരിക്കാത്ത ഫിഅത്തുൽ ലുഗത്തിൽ അറബിയ ലിൻ നാതിഖീന ബി ഗൈരിഹ, അറബി സംസാരിക്കാത്ത രാജ്യക്കാരുടെ വിഭാഗമാണ്. അതിൻ്റെ ഫൈനലാണ് ഇനിപ്പെടാൻ പോണത്. بسم الله الرحمن الرحيم. سيدي رئيس الجلسة وأعضاء لجنة تحكيم الموقرين، زملائي من فريق الموالاة والمعارضة، أيها الجمهور الكريم، السلام عليكم ورحمة الله وبركاته. ഇഫ്തിദ കണ്ടില്ലേ, വ്യത്യാസമല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തൊക്കെ ഇഫ്തിദ പറയാം. نحن في صف فريق الموالاة جئنا اليوم لنشجع أطروحة المجلس القائلة بأن سيحاول هذا المجلس التواصل والاحتكاك بالشعوب الأصلية المنعزلة، وهدفنا السامي نرمو إليه من هذه القضية. അപ്പോൾ ആദ്യം കളിയ എന്താണെന്ന് പറഞ്ഞു. ഹദഫുന സാമി, നമ്മളെ ഹദഫ് എന്താണ് ഉണ്ടല്ലേ? അപ്പോൾ ഓരോന്നിങ്ങനെ ആ കറക്റ്റ് ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ പറയാം. നമ്മളെ ഹദഫ് എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ألا وهو التعرف على الشعوب الأصلية المنعزلة والاستفادة وتمكين استفادة الطرفين من هذه العملية. قبل الخوض فيما أتينا به من آليات وأهداف وحجج، أريد أن أترككم بتعريف بعض مصطلحات القضية. താരിഫ് ബാദിൽ മുസ്തലഹാത്തിൽ ഖദിയയിലെ ചില മുസ്തലഹാത്തിൻ്റെ ടേംസിൻ്റെ താരിഫ്. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ വിശദീകരിക്കുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആ ഓർഡറിൽ ഇങ്ങനെ പറയാൻ നടത്താം. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് കിട്ടുന്നതാണ്. കുറച്ചിങ്ങനെ പോയിട്ട് ജസ്റ്റ് കണ്ടുനോക്കാം. لأنه منعزلة من الناس ليس بإمكانهم الوصول إلى الأماكن في تعيش. അപ്പോൾ ഇതൊരു പ്രസംഗത്തിൻ്റെ മാതിരി ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പറയലല്ല. നമ്മളിങ്ങനെ ഒരു കാഷ്വലായിട്ട് എന്തൊക്കെ സംസാരിക്കുക, അതാണ് ഡിബേറ്റ്. നമ്മളിങ്ങനെ പ്രസംഗത്തിനുണ്ടാവില്ലേ കുറച്ച് കയറി കുറച്ച് താഴ്ന്ന് ശ്വാസം വിടാതെ പറയാം, ആ പരിപാടി ഉള്ളത്. നമ്മൾ കാഷ്വലായിട്ട് എന്തൊക്കെ സിമ്പിളായിട്ട് കാര്യങ്ങൾ സിമ്പിളായിട്ട് സംസാരിക്കുക. അത് കണ്ടില്ല, വളരെ കൂളായിട്ട് സംസാരിക്കുന്നത്, അത്രേ ഉള്ളൂ സംഗതി. يعيش فيه الناس وليس بإمكاننا الوصول إليهم، ولذلك هناك منعزلة كل الأمكنة الضعيفة، لأن هؤلاء ضعاف، فلو تواصلنا معهم فلن نصل إلى هدفنا إلى هدفهم. أيضا تدخل بطريقة عيشهم، فمن خلال الحجج أثبتوا أنه في هذه العملية سيكون هناك مصالح للطرف الدولة للمواطنين العاديين، وسيكون هناك مصالح للناس الذين يعيشون في هذه الأراضي الشعوب المنعزلة. فشكرا لحسن استماعكم. شكرا جزيلا. സമയം എന്താവും, ബെല്ലൊക്കെ അടിക്കും. المتحدث الثالث من فريق الموالاة مصطفى على إلقاء خطابه. ننتقل ونختتم الخطابات الأساسية في هذه المناظرة مع عدنان من فريق المعارضة. تفضل يا عدنان. തുർക്കിയത്തെ ടീമുകളാണ്. തുർക്കിയിലെ അപ്പോൾ കഴിഞ്ഞ വർഷം അറബിക് ടീമിൽ ചാമ്പ്യനായത് ഫലസ്തീനും നോൺ അറബിക് വിഭാഗത്തിൽ ചാമ്പ്യനായത് തുർക്കി ടീമുമാണ്. അപ്പോൾ അതേപോലെ മുമ്പത്തെ വർഷത്തെ പോലെ ഖത്തറായിട്ടുണ്ട്, ഒരിക്കൽ ജോർദാനായിട്ടുണ്ട്. അങ്ങനെ പല ടീമുകളും അറബിക് ടീമിലായിട്ടുണ്ട്. നോൺ അറബ്സിൽ മലേഷ്യ ഒരുപാടായിട്ടുണ്ട്, ഇന്തോനേഷ്യ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കൊക്കെ എന്തുണ്ട്, ഒരു അവസരമുണ്ട്. നമ്മുടെ പരിപാടി എപ്പോഴാണ് അവസാനിക്കേണ്ട ടൈം? 6:24 മരിബോട് കൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഒരു രൂപ, ചെറിയ രീതിയിൽ ഒരു രൂപം ഇട്ടുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടന്റിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? മുത്തഹദ്ദിസുൽ അവ്വൽ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട റോളുകൾ മുവാലഞ്ചും മുആറദഞ്ചും പറഞ്ഞു. പ്രധാനപ്പെട്ട റോള് പറഞ്ഞു, മുഴുവൻ റോളുകളും പറഞ്ഞു. ഇനി മുത്തഹദ്ദിസ് സാനിയുടെ റോള്
നേരത്തെ പറഞ്ഞ പോലെ ഇഫ്തിതാഹ് ഉണ്ട്, തൗക്കീദുൽ ഹദഫ്, ആ പറഞ്ഞ ഹദഫിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തി പറയാം. പിന്നെ തഫ്നീദ്, ബാക്കിയുള്ള ഹുജ്ജകൾ പറയാം. പിന്നെ തൽഖീസുൽ ഖിതാബ്. ഇതേപോലെ തന്നെ മുആറദും തഫ്നീദ്. ഇവിടെ റദ്ദു അലാ ഹുജ്ജത്തിൽ മുവാല അതിൻ്റെ ഉദ്ദേശം എന്താണ്? തഫ്നീദ്. ഇവർ രണ്ടാളെ റോള് എന്താണെന്ന് അർത്ഥം. രണ്ടാളും ഈ പറയപ്പെട്ട റോളുകളൊക്കെ കറക്റ്റ് ചെയ്യാം. ഇതിൽ പ്രധാനപ്പെട്ടത് ഹുജ്ജയും തഫ്നീദുമാണ്. പിന്നെ ബാക്കിയുള്ള ഇഫ്തിതാഹ് എല്ലാവരും പറയേണ്ട സാധനം. ഇഫ്തിതാഹ് ഹദഫ് എല്ലാവരും പറയണം. അതിൽ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ ഉൾപ്പെടുത്തില്ല. പിന്നെ തൽഖീസൊക്കെ എന്താക്കാം എല്ലാവരും പറയാം. പിന്നെ മൂന്നാമത്തെ ആള് മുത്തജിദ് സാലിസ്, ഇതേപോലെ തന്നെ ഇഫ്തിതാഹ്, ഹദഫ്, തഫ്നീദ്, ഇആദത്തുൽ ബിനാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തഫ്നീദ് ചെയ്ത സാധനം ഉണ്ടാവില്ലേ. ഇപ്പം ഞാൻ മുവാലാണെങ്കിൽ മുആറളക്കാർ എന്നെ തഫ്നീദ് ചെയ്തതിനെ ഞാൻ വീണ്ടും എന്താക്കാം, അതിനെ ആ തഫ്നീദ് ചെയ്തതിന് വീണ്ടും തഫ്നീദ് ചെയ്യാം. ആ റോളുള്ളത് ആർക്കാണ്? അത് മുത്തജിദ് സാലിസിനാണ്. മുത്തജിദ് സാലിസ് നിർവഹിക്കേണ്ട റോളാണത്. പിന്നെ ഖുലാസത്തുൽ ഖിതാബ്, ഈ കാര്യങ്ങളൊക്കെ ഈ റോളുകളാണ് ആര് നിർവഹിക്കേണ്ടത്? മുത്തജിദ് സാലിസ്. ഇഫ്തിതാഹ്, ഹദഫ്, തഫ്നീദ്, ഇആദത്തുൽ ബിനാ. ഇആദത്തുൽ ബിനാ എന്ന് പറഞ്ഞാൽ തഫ്നീദ് എന്നർത്ഥം. തഫ്നീദിനെ വീണ്ടും തഫ്നീദ് ചെയ്യാം. പിന്നെ തൽഖീസുൽ ഖിതാബും. പിന്നെ ഖിതാബുർ റദ്ദ്, അവിടെ നമ്മൾ നേരത്തെ ഫുള്ള് പറഞ്ഞു. അത് ഫസ്റ്റ് നിർവഹിക്കേണ്ടത് മുആറള ടീമാണ്, പിന്നെയാണ് മുവാല നിർവഹിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മുഖാറനയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ വിജയിക്കാനുള്ള കാരണങ്ങൾ പറയാം. പിന്നെ മറ്റേ ടീം പരാജയപ്പെടാനുള്ള കാര്യങ്ങളും പറയാം. ഈ കാര്യങ്ങളൊക്കെ എന്തിൽ ഇപ്പം ഈ സ്ലൈഡിലുള്ള ഞാൻ മൊത്തത്തിൽ ഷോർട്ട് ഇപ്പം അതാണ്. ഒന്ന് മുഖാറന ചെയ്യാം, ജയിക്കാനുള്ള കാരണങ്ങൾ പറയാം. പിന്നെ മറ്റേ ടീമിനേക്കാൾ നമ്മൾ മികച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ജസ്റ്റ് ഷോർട്ടാക്കി പറയാനുള്ളതാണ്. ഫസ്റ്റ് നിർവഹിക്കേണ്ടത് മുആറളക്കാരാണുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നേരത്തെ യാദത്തുൽ ബിനാ എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വിശദീകരിക്കുന്നത്. യാദത്തുൽ ബിനാ പറഞ്ഞാൽ ഒരു ടീം മുആറളക്കാർ തഫ്നീദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തഫ്നീദ് ചെയ്തതിന് വീണ്ടും എന്താക്കാം, തഫ്നീദ് ചെയ്യാം. അഥവാ അതിന് വേറൊരു പേരാണ് തഫ്നീദ്. നമ്മൾ ഡിബേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് വീഡിയോസ് കാണും. അപ്പോൾ കുറച്ച് വീഡിയോ ഇട്ടെന്നല്ലോ, അതുപോലെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കണ്ടാൽ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഐഡിയ കിട്ടും. അതാണ് തഫ്നീദ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ ഹല്ല് ചെയ്യാണ്. നമ്മൾ പൈമക്ക് കടക്കണില്ല, കാരണം ഇനി ഓരോ വിഷയത്തിൽ എങ്ങനെ ഡിബേറ്റ് നടക്കുക അതിൻ്റെ ഒരു വിശദമായ രൂപം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു ഖദിയൻ്റെ ഒരു താരീഫാണ് ഇവിടെ, തഫാസിലുൽ ഖദിയ. എന്താണ് ആ ഖദിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഖദിയ എന്താണെന്ന് നോക്കാം. യറാ ഹാദൽ മജ്ലിസ് അന്ന തകയ്യുഫ മാ തഗയ്യുരി അഫ്ദലു മിൻ മുഖാവമത്തി തഗയ്യുരി. അഥവാ മാറ്റത്തിനോട് പൊരുത്തപ്പെടാറില്ലേ, മാറ്റത്തിനോട് പൊരുത്തപ്പെടുന്നതാണ് മാറ്റത്തിനോട് എന്താക്കുക മുഖാവമത്ത് ചെയ്യുക. എന്തിനാ പറയാ, പ്രതികരിക്കുക. മുഖാവമത്ത് എന്താ? പ്രതിരോധിക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് കാലം മാറല്ലോ, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റത്തോട് പൊരുത്തപ്പെടുന്നതാണ് മാറ്റത്തോട് പ്രതിരോധിക്കുന്നതിനേക്കാൾ അഫ്ളൽ. ഇത് ഏത് വിഷയമാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? നമ്മൾ 3 ലൗഹ് പറഞ്ഞില്ലേ, ഖളായ, മബാദി, മുഖാറന, തഖയ്യീം, പിന്നെ സിയാസാത്ത്. ഏത് ഒന്നുകൂടി നോക്കുക. യറാ ഹാദ അന്ന തകയ്യുഫ മാ തഗയ്യുരി അഫ്ളലു മിൻ മുഖാവമത്തി തഗയ്യുരി. ഒരു മുഖാറനല്ലേ, ഇതാണ് അതിനേക്കാൾ നല്ലത് അല്ലേ. ഈ കാര്യമാണ് അഫ്ളലു മിൻ, മറ്റേനേക്കാൾ നല്ലത്. അപ്പോൾ ഒരു മുഖാറനാണ്, ഒരു കമ്പയർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മൾ ഒരു വിഷയം കിട്ടിയ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് നൗ ആണ് നോക്കാം. അപ്പോൾ അതാണ് ഈ ഖദിയൻ്റെ നൗ. നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് അടുക്കുകയാണ് ഇനി. അത് അതിൻ്റെ എന്താണ് താരീഫ് എന്താണെന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഷ്കില ഹല്ല് നതീജകൾ പറയാം. അപ്പോൾ അതിൽ മുവാലക്കാരുടെ മുഷ്കില ഹല്ല് നതീജ എന്താണെന്ന്, നമ്മളൊരു മുനാദർക്ക് പോകുമ്പോൾ നമ്മളൊരു നോട്ട് തയ്യാറാക്കൂലേ, അതിൻ്റെ ഒരു വേറൊരു രൂപം, അതാണ് ഇപ്പോൾ അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വിശദീകരിക്കാൻ നേരം ചേർത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് പോവാം. അതേപോലെ മുആറളക്കാരുടെ മുഷ്കില ഹല്ല് നതീജ പറയാം. പിന്നെ ഹുജ്ജകൾ പറയാം. അതിൽ ഒന്നാമത്തെ ഹുജ്ജ നേരത്തെ പറഞ്ഞ പോലെ തൗക്കീദ്, താലീൽ, തദലീൽ, ആ ഒരു ഓട്ടത്തിനെ പറയാം. അപ്പോൾ അത്തകയ്യുഫ മാ തഗയ്യുറാത്തി യജ്അലുൽ അഫ്റാദ വൽ മുജ്തമഅത്തി അക്സറ ഖുദ്റതൻ അലൽ ബഖാഇ വൽ ഇസ്തിംറാരിയ ഫി ദല്ലി ബിഅത്തിൻ ദായിമത്തി തഗയ്യുർ. ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു പ്രസ്താവന നടത്തുക. പിന്നെ ഞാൻ ഇല്ലത്തുകൾ ഇങ്ങനെ പറയാം, ഒരു ഇല്ലത്തിങ്ങനെ വിശദീകരിക്കാം. പിന്നെ ദലീൽ പറയാം. ആ ഓർഡറിൽ എന്താണ് ഹുജ്ജത്തുൽ ഊല, ഹുജ്ജ സാനിയ, അതേ ഓർഡറിൽ. പിന്നെ ഇങ്ങനെ പോയിട്ട് ഹുജ്ജ സാലിസ,
ഇനി മുആറദൻ്റെ ഹുജ്ജ. മുആറദൻ്റെ ഹുജ്ജ ഊല, ഹുജ്ജ സാനിയ, ഹുജ്ജ സാലിസ കഴിഞ്ഞു. അപ്പം ഇതാണ് ഒരു വിഷയത്തിൻ്റെ ഒരു തഹലീൽ. നമ്മളിതിൽ ചർച്ച ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് തഫ്നീദ് ചെയ്യേണ്ട രൂപം, മൗഖിഫ് ഉണ്ടാക്കേണ്ട രൂപം, ഹുജ്ജ ഉണ്ടാക്കേണ്ട രൂപം. അത് ഞാൻ പറഞ്ഞ പോലെ അത് നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു ഫോർമാറ്റ് മനസ്സിലാക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഹുജ്ജൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് കിട്ടിയല്ലോ. ഒരു ഹുജ്ജ പറയുമ്പോൾ താഅത്തുസ്സലാസ് വേണം, തൗക്കീദ്, താലീൽ, തദ്ലീൽ വേണം. ഒരു തഫ്നീദ് ചെയ്യുമ്പോൾ മറ്റേ ടീമിനെ എതിർക്കുമ്പോൾ തോന്നിയമാരി എതിർക്കാതെ അതിനൊരു ചെറിയൊരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം കാല. അപ്പോൾ ഇന്നാൽ ഇന്ന ടീമിലെ ഈ മുത്തഹദ്ദിസ് പറഞ്ഞു, കാല അയാൾ പറഞ്ഞു. വലാക്കിൻ നഹ്നു ലാ നുവാഫിഖു, നാം അവരോട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ നഹ്നു നുഖാലിഫു, അവരോട് ഞങ്ങൾ എന്താവുന്നു, ഓപ്പോസ് ചെയ്യുന്നു. 4 ടേംസാണ് ഉള്ളത്. ഒന്ന് കാല. കാല ഈ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ, അതിന് ചെറിയൊരു ഉദാഹരണമാണ് പറയുന്നത്. കാല ഈ ടീമിലെ ഇന്നാൾ പറഞ്ഞു, പക്ഷേ വലാക്കിൻ നഹ്നു നുഖാലിഫു, ഞങ്ങൾ അതിനെ എതിർക്കുന്നു, ഓപ്പോസ് ചെയ്യുന്നു. കാരണമല്ലേ അന്ന, അതിനുള്ള കാരണം ഇതാണ്. വലിദാലിക, അത് കാരണത്താൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി. അപ്പോൾ ഒരു 4 ഓർഡർ ഉണ്ടല്ലോ. ആദ്യം കാല, അവർ ആ ടീം അങ്ങനെ പറഞ്ഞു. പക്ഷേ വലാക്കിൻ, ഞങ്ങൾ അതുകൊണ്ട് യോജിക്കുന്നില്ല. കാരണം അന്ന, എന്നുള്ള കാരണം ഇതാണ്. അതുകൊണ്ട് വലിദാലിക, അതുകൊണ്ട് ഞങ്ങളെ വാദമാണ്, ആർഗ്യുമെൻ്റാണ് ശരി. ആ 4 ഓർഡറിലാണ് തഫ്നീദ് പറയേണ്ടത്. അപ്പോൾ കാല, വലാക്കിൻ, അന്ന, വലിദാലിക, ആ ഓർഡറിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതാണ് ഹുജ്ജൻ്റെത്. പിന്നെ മൗഖിഫാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു വാദം, ഒരു ആർഗ്യുമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നിലക്കും തെറ്റി പോകാൻ പാടില്ല. ഇപ്പം നമ്മളെ ടീമിലത്തെ ഒരാൾ ഒന്ന് പറഞ്ഞു, ആ ടീമിൽ തന്നെ രണ്ടാമത്തെ ആളതിൻ്റെ ഓപ്പോസിറ്റും പറഞ്ഞു, അതോടുകൂടി ആ ടീമിൻ്റെ പരാജയം ഉറപ്പായി. അപ്പോൾ നമ്മളെ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ, ടീം വർക്ക് വേണം. പിന്നെ നമ്മൾ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഒരു നിലക്കും തെറ്റി പോകാൻ പാടില്ല. അത് പ്രധാനമായിട്ടും നാദർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്താക്കുക, മുനാദറ ചെയ്യുക. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മദ്ഖൽ ഇലാ ഫന്നിൽ മുനാദറ, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അവിടെ നിർവഹിച്ചത്. ശരിക്കും നമ്മുടെ വർക്ക്ഷോപ്പ് ആകുമ്പോൾ കുറേ പ്രാക്ടീസ് ഉണ്ടാവും, ചിലപ്പം ചെറിയ ടാസ്കുകൾ തരും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനൊന്നും എന്തില്ല, നമ്മളെ മുമ്പിൽ സമയമില്ല. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഞാനൊരു സെഷൻ നമുക്ക് മറ്റൊരു സമയത്തൊക്കെ എന്താക്കാം, വിശാലമായിട്ട് വെക്കാവുന്നതാണ്. അപ്പം ഇതിൽ നിങ്ങളൊരു ഈ ഒരു ഫണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിന് എങ്ങനെ പരിപോഷിപ്പിക്കാമെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഖത്തർ ഡിബേറ്റിൻ്റെ യൂട്യൂബിൽ പോയാൽ ചെറിയ ചെറിയ വീഡിയോസ് കാണും വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് അതിൽ നിന്ന് കിട്ടും, ബേസിക് അതിൽ നിന്ന് മനസ്സിലാക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തർ ഡിബേറ്റിൻ്റെ യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ മുനാദറകൾ കേൾക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മുനാദറകൾ ഉണ്ടാവും. നോൺ അറബി വിഭാഗത്തിൻ്റെ മത്സരങ്ങളൊക്കെ, നോൺ അറബി സംസാരിക്കുന്ന രാജ്യത്തിൻ്റെ മത്സരങ്ങളൊക്കെ, അതൊക്കെ കേട്ടാൽ നമുക്കിന്നൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ കേൾക്കുക. പിന്നെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇൻറ്റൻസീവായിട്ടൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുക. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ്. അതിൽ നമുക്ക് അതിൽ പ്രാക്ടീസ് ഉണ്ടാവും. ഒരു ഡിബേറ്റ് നമ്മൾ മത്സരം നടത്തും. അതുപോലെ തന്നെ അത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പൂർണ്ണമായ രീതിയിലൊരു ഒരു പരിപാടി. ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് കാണാം. അപ്പം ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത പറഞ്ഞാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ഇതുണ്ടാവുള്ളൂ, കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സെഷനോട് കൂടെ ഇത് ഒഴിവാക്കാതെ ഇത് പരമാവധി പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ കുറച്ച് ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മളെ ഭാഷ നമുക്ക് ഫ്ലുവൻ്റ് ആക്കാം, അറബി നല്ല ഫ്ലുവൻ്റ് ആക്കി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ലോജിക്, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്ത് കാര്യം കിട്ടിയാലും നമുക്കതിന് ക്രിറ്റിക്കൽ തിങ്കിങ്, അതിനെ വിമർശിക്കുക, എല്ലാത്തിനും വിമർശിക്കുക എന്നുള്ളതല്ല, പക്ഷെ ആ വിമർശിക്കാനുള്ളൊരു കഴിവ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ലോജിക്ക്, നമ്മളെ ഒരു തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളെ ലൈഫിലും നമ്മളെ കരിയറിലൊക്കെ നമുക്ക് ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ അതിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇവൻറ്റ്സിലൊക്കെ പങ്കെടുക്കുക, ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് പല ജഡ്ജായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളൊക്കെ പരമാവധി ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് അനുസരിച്ച് ഇങ്ങനെ മെച്ചപ്പെടുത്തുക. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സമയം അവസാനിക്കാനായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇവിടെ ഇപ്പം നൽകിയിട്ടുള്ളത്. ഇതിനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. വളരെ ബേസിക് മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അത്
ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഖ് ഉണ്ടല്ലോ, ഫിഖുൽ മുഖാരിൻ, കമ്പാരിറ്റീവ് ഫിഖ്, അതിനോട് കണക്ട് ചെയ്തിട്ട് കമ്പാരിറ്റീവ് ഫിഖിലുള്ള മുനാദറ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മദ്ഹബുകൾക്കിടയിലുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഡിബേറ്റുകൾ, അതാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള രൂപം. അത് ജാമിയത്തു സൈത്തൂന യൂണിവേഴ്സിറ്റിയിൽ ഖത്തർ ഡിബേറ്റ് സഹകരിച്ചിട്ട് നടത്തുന്ന ഒരു PG ആണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്ഡേഷനൊക്കെ കിട്ടണമെങ്കിൽ ഖത്തർ ഡിബേറ്റിൻ്റെ എന്താക്കിയാൽ മതി, ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഓരോ അപ്ഡേഷനും അതിലിങ്ങനെ വരലുണ്ട്, അതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ കിട്ടും. ഇനിയിപ്പം 2025 നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മെയ് മാസത്തിൽ എന്ത് നടക്കാൻ പോകുന്നുണ്ട്, അടുത്ത കോൺഫറൻസ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അവസരങ്ങളുണ്ട്. പിന്നെ ജഡ്ജായിട്ട് പോകാൻ പറ്റും. ജഡ്ജിനും ഇതേപോലെ എന്തുണ്ടാവും, ടെസ്റ്റുകളുണ്ടാവും. ടെസ്റ്റിൽ പങ്കെടുത്ത് ജയിച്ചാൽ ജഡ്ജായിട്ട് പോവാം. നേരത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തിയിട്ടാണ് മറ്റേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അതേപോലെ ജഡ്ജായിട്ട് പോകണമെങ്കിലും ഇതേപോലെ എന്തുണ്ടാവും, സെലക്ഷൻ റൗണ്ടുകളൊക്കെ ഉണ്ടാവും. അതിൽ പാസ്സായാൽ ജഡ്ജായിട്ട് പോകാൻ പറ്റും. പ്രധാനമായിട്ടും എല്ലാ ഏരിയ കവർ ചെയ്യുന്നുള്ളതാണ്. ഇക്തിസാദി ഉണ്ടാവും, എക്കണോമിക്കായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും, പ്രകൃതിപരമായിട്ടുള്ളതുണ്ടാവും, പൊളിറ്റിക്കൽ ഉണ്ടാവും, പിന്നെ നമ്മൾ ഈ ഫുൾ ടെക്നോളജിൻ്റെ ഒരു കാലമാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവും. എല്ലാ മേഖലയിൽ നിന്നും ഒരു വിഷയങ്ങൾ ചുരുങ്ങിയതുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒമാനിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് പോയ സമയത്ത്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പാണല്ലോ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വിഷയമായിരുന്നു ഫൈനലിൽ ഉണ്ടായിരുന്നത്. ഫൈനലിൻ്റെ വിഷയം നിലവിൽ അമേരിക്കയെയാണ് എല്ലാ രാജ്യങ്ങളും അവലംബിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾക്ക് കൂടുതലും അവലംബിക്കുന്ന അമേരിക്കയാണല്ലോ. അപ്പോൾ അമേരിക്കക്ക് പകരം ഏഷ്യൻ രാജ്യമായിട്ടുള്ള ചൈനയെ എന്താക്കണം, അവലംബിക്കണം. എന്തിനെ അവലംബിക്കണം എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും, പൊളിറ്റിക്കലി അതുപോലെ മിലിറ്ററി എല്ലാ പരമായിട്ടും ചൈനയെ അവലംബിക്കണം. ഇതായിരുന്നു ഫൈനലിൻ്റെ ഒരു വിഷയം. ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അവലംബിക്കുന്നതിന് പകരം ചൈനയെ അവലംബിക്കണം. അപ്പം അങ്ങനെ പല രീതിയിൽ എന്താക്കാം വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫസ്റ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മലേഷ്യയിലാണ് നടന്നത്. പിന്നെ രണ്ടാമത്തെ ഒമാനിലും, 3ാമത്തെ അടുത്ത വർഷമൊക്കെ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ 8ാമത്തെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും വരുന്ന വർഷത്തിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ 2 വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുക. 2024 ഉണ്ടായി, 26 വരും. 26 കഴിഞ്ഞ അടുത്ത ഒരു മത്സരം വരും. അതുപോലെ മദാരിസിൻ്റെ ചാമ്പ്യൻഷിപ്പ്, 7ാമത്തെ മദാരിസിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഈ വർഷം ജൂൺ മാസത്തിൽ ഖത്തറിൽ വെച്ച് നടക്കാൻ പോവാം. അപ്പോൾ ഇത് എല്ലാ വർഷത്തിൻ്റെ ഒരു പരിപാടി നടക്കും. അപ്പോൾ നമ്മളതിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് അവസരം കിട്ടണമെങ്കിൽ നമ്മളിതൊന്ന് പരിപോഷിപ്പിക്കാം. ഈ ഒരു സെഷനോട് കൂടി ഇതാണ് വിടാതെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കാം. ഇതൊരു പുതിയൊരു മേഖലയാണ്. ഇപ്പോൾ ഒരുപാട് രാജ്യക്കാർ ഇതിൽ പങ്കെടുക്കലുണ്ട് ഡിബേറ്റിൽ. അപ്പോൾ ഇതൊരു പുതിയൊരു ഫന്നാണ് അറബിയിലുള്ള. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു ഫന്ന്. അപ്പോൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ഇതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. നമുക്ക് അവസരം കിട്ടിയാൽ നമുക്കൊരു ചിലവുണ്ടാവില്ല. നമ്മളെ ടിക്കറ്റ് ആയാലും വിസ ആയാലും അവിടുത്തെ താമസം, ഫുഡ് എല്ലാം, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫ്രീ ആയിരിക്കും. താമസമൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സെറ്റപ്പ് ആയിരിക്കും കിട്ടുക. 5 സ്റ്റാർ ഹോട്ടലോ എല്ലാവിധ സെറ്റപ്പ് ഉണ്ടോ നടക്കണ്ട. അത് കഴിഞ്ഞോ? ഞാനൊക്കെ എന്താ ചോദിക്കണ്ട, ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാനിപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഒരു പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 7th ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ജഡ്ജായിട്ട് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വർഷം മൊറോക്കോയിലായിരുന്നു പഠിച്ചിരുന്നത്. മൊറോക്കോയിൽ ഇപ്പോൾ എത്തിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ പഠനം കഴിഞ്ഞിട്ട്. മൊറോക്കോയിലുള്ള സമയത്താണ് അവിടെ ഖത്തറിൽ വെച്ചിട്ട് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ജഡ്ജ്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ചെറിയ ടെസ്റ്റ് പാസ്സായി അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അവസരങ്ങളുണ്ടെന്ന് പറയാം. ജഡ്ജായിട്ട് പോകാനും മത്സരത്തിൽ പോകാനൊക്കെ അവസരങ്ങളുണ്ടാവും. പരമാവധി ഉപയോഗപ്പെടുത്തുക അവസരങ്ങൾ. നമ്മളെ കരിയറിൽ നമുക്ക് എന്താവും, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ ഒരു ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൊക്കെ നമുക്ക് ഉണ്ടാവും, അറബിക് ലാംഗ്വേജിലായാലും. പിന്നെ ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഡിബേറ്ററാണെന്ന് പറഞ്ഞാലൊരു വലിയൊരു അംഗീകാരമാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അംഗീകാരമൊക്കെ നമുക്ക് ഇതിലുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ മേഖല പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം.
ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് മാത്രം കാണാം. ഇതോടുകൂടി എല്ലാം കിട്ടിയെന്ന് വിചാരിക്കരുത്. കാരണം ഇത് ഞാൻ ജസ്റ്റ് ബേസിക് മാത്രമേ പറഞ്ഞത്. അപ്പോൾ ഇതിന് കൂടുതൽ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കൂടുതൽ മെച്ചപ്പെടുത്തുക. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഫെലോഷിപ്പൊക്കെ കിട്ടിയാൽ ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാരുടെ വേറെ വ്യത്യസ്ത രാജ്യത്തു നിന്നുള്ള പ്രൊഫസർമാർ അവരോടൊക്കെ നമുക്ക് സംവദിക്കാനുള്ള അവസരം ഉണ്ടാവും. ഈ ഖത്തർ ഡിബേറ്റ് നടത്തിയ ഇതുവരെ പ്രൊവൈഡ് ചെയ്ത എല്ലാ പ്രോഗ്രാമിലും ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ട്. ഫെലോഷിപ്പിൽ ലോകത്തു നിന്നാകെ 11 ആൾക്കാർക്ക് മാത്രമാണ് അവസരം കിട്ടിയത്. ഒരുപാട് അപേക്ഷ വന്നിരുന്നതിന്. ഫെലോഷിപ്പ് പറഞ്ഞാൽ ഒന്ന് നല്ല ഫണ്ടിങ് ഉണ്ടാവും. നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ട് സ്റ്റൈപ്പൻ്റൊക്കെ കിട്ടൂല, സ്കോളർഷിപ്പ്, അതേപോലെ ഒരു പൈസ കിട്ടും. പോരാത്തതിന് ഫുള്ളി ഫണ്ടഡായിട്ട് അവർ നിർദ്ദേശിക്കുന്ന രാജ്യത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നടന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഫുള്ളി ഫണ്ടിങ്ങിൽ. രണ്ടാമത്തെ ഖത്തറിലായിരുന്നു. മൂന്നാമത്തെ വേറെ ഒരു രാജ്യത്ത് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ആൾക്കാരെന്തുണ്ട്, മലയാളികളായിട്ടുള്ളതും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വേറെ സാധനം പറയാൻ പറ്റുന്നത് ഒരു അലൈറ്റ് അക്കാഡമി, ഒരു അക്കാഡമി ഉണ്ട് ഖത്തർ ഡിബേറ്റിൻ്റെ കീഴിൽ. ഈ ഡിബേറ്റ് നടത്തുന്ന കോച്ച് ഉണ്ടാവുമല്ലോ, ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കാർ, അതുപോലെ മുദരിബീങ്ങൾ, മുഹക്കിമീങ്ങൾ, അവർക്കുള്ളൊരു അക്കാഡമി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടും. അപ്പോൾ അതിൽ അവസരം കിട്ടിയാൽ നമുക്ക് എന്താക്കാം, ഖത്തർക്ക് മറ്റു രാജ്യത്തേക്ക് അവർ നിർദ്ദേശിക്കുന്ന രാജ്യത്തേക്ക് പോയിട്ട് അവരുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. ഒരുപാട് അവസരങ്ങൾ ഇതിലുണ്ടെന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അവസരമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ഇതൊന്ന് മൊത്തത്തിൽ എന്താക്കണം, ഒന്ന് റെഡിയാക്കണം. നമ്മളെ ലെവലൊന്ന് റെഡിയാക്കിയിട്ട് പോവാം. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ്ങായി കണ്ടിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്യാം. വേറെ എന്താ ചോദിക്കാനുള്ളത്? ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് നമ്മളിങ്ങനെ അറബി, നമ്മളെ വിഷയം എന്തല്ല, അറബി ഭാഷയുടെ സൗന്ദര്യമുള്ള വിഷയം. അതാണ് നമുക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഡിബേറ്റ്, അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറേ തിയറികളും കുറേ ടേംസൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ചെറിയൊരു ചടപ്പ് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ തന്നെ ഈ ഡിബേറ്റ് മേഖലയ്ക്ക് കടക്കുമ്പോൾ നല്ല ചടപ്പുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ മേഖല ഉപേക്ഷിച്ചിരുന്നു, ഇത് വലിയൊരു ഉപകാരം ഇല്ലാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു. ഒരു അറബി ഡിബേറ്റ് ക്ലബിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്താക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ നമുക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് അവസരങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെ ആ ഫസ്റ്റ് വർഷം തന്നെ ഏഷ്യൻ ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് കണ്ടു. അതിന് ഇതേപോലെ ഒരു സെലക്ഷൻ നടത്തിയപ്പോൾ അതിൽ അവസരം കിട്ടി, അങ്ങനെ പോകാൻ കഴിഞ്ഞു. അപ്പം അങ്ങനെ തുടക്കത്തിൽ ചിലപ്പോൾ എന്ത് വരും, ചെറിയ ചടപ്പ് വരും. ഇങ്ങനെ കുറേ തിയറി ഇങ്ങനെ കേൾക്കുക, കുറേ തഫ്നീദ്, ഹുജ്ജ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളിതിൻ്റെ ആ ഒരു ട്രാക്ക് നമുക്ക് കയറിയാൽ പിന്നെ നമുക്ക് നല്ല രസകരം. നമുക്ക് അറബി ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. അത് ഭയങ്കര രസമായിരിക്കും. നമുക്ക് വ്യത്യസ്ത രാജ്യക്കാരിങ്ങനെ കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കാം, ഒരുപാട് കൾച്ചറുകൾ മനസ്സിലാക്കാം, ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ തുടക്കത്തിൽ ഒരു ചടപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണത്തെ അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കാണാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് കണ്ടിട്ട് കൂടുതൽ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാ കാര്യം അങ്ങനെ തന്നെയാണല്ലോ, ഒറ്റയ്ക്ക് ഒന്നും റെഡി ആവണല്ലോ. ഗ്രാജ്വലി നമ്മൾ എന്താക്കുക, കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതെല്ലാ കാര്യം അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു ഭാഷ പഠിക്കണത് അങ്ങനെ തന്നെ അല്ലേ. ഇപ്പോൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് C2 ലെവൽക്ക് എത്താൻ കഴിയില്ല. A1 തുടങ്ങണം, A1 A2 അങ്ങനെ ബേസിക് ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ റെഡി ആവും. ഓക്കെ, എന്താ ഉണ്ടോ ഇല്ല, നമുക്ക് എന്താക്കാം വൈകിട്ട്. ക്രിറ്റിക്കൽ തിങ്കിങ് പറഞ്ഞാൽ ഒന്നാമതായിട്ട് വേണ്ടത് കുറച്ച് വായനകൾ. നമ്മളെ ഡിബേറ്റിന് വരുന്ന സാധാരണ വിഷയങ്ങളുണ്ടല്ലോ, വിഷയം. ഇപ്പോൾ ഒന്ന് നമ്മൾ പത്രങ്ങൾ, അങ്ങനത്തെ വായനകൾ അധികരിപ്പിക്കുക. പിന്നെ നമ്മൾ തന്നെ പരസ്പരം ഇങ്ങനെ സംവദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു ഫോൺ അലോഡാക്കണം ഒരു വിഷയം. ഞാൻ ഇവിടെ നിയമത്തിൻ്റെ ഇതായിട്ട് പറയല്ല, നമ്മളെ ക്രിറ്റിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, ആ വിഷയത്തിൽ നമ്മൾ എന്താക്കുക, ഒരു ഡിബേറ്റൊക്കെ നടത്തുക. മലയാളത്തിൽ നടത്തിയാലും മതി. ക്രിറ്റിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കാൻ മലയാളത്തിൽ നടത്തിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് മുനാഖഷകൾ നടത്തുക, ഡിസ്കഷൻ, അറബിയിൽ ഡിസ്കഷൻ നടത്തുക. ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഞാൻ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന സാധനം ഇപ്പോൾ ഇതാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസം എന്താകും, ഡിസ്കഷൻ നടത്തും. ഡിസ്കഷൻ ആകുമ്പോൾ മെച്ചം എന്താ വെച്ചാൽ ഡിബേറ്റിൻ്റെ ആ ഫോർമാറ്റ് വേണ്ട, അപ്പോൾ ഒരുപാട് സമയം ലാഭിക്കാം. എന്നാൽ ഡിബേറ്റ് ഉണ്ടാകുന്ന അതേപോലത്തെ വിഷയങ്ങൾ അവർ കൊടുക്കുക. അപ്പോൾ ആ കളി അതേപോലെ ഉണ്ടാവില്ല. ഫോൺ അനുവദിക്കണം കോളേജിൽ. അത്ര. അപ്പം അതിൽ ഒരുത്ത അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാം, അറബിയിൽ ഇങ്ങനെ സംസാരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് എന്താ ഡിസ്കഷൻ നടത്തുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ചിന്തകൾ ഇങ്ങനെ വരും. നമ്മളിങ്ങനെ കൂടുതൽ ചിന്ത വർദ്ധിപ്പിക്കാൻ എന്താവണം, ചിന്തിക്കണം. ഇതുപോലെ നമ്മൾ LSRW എന്ന് പറയില്ലേ ഭാഷൻ്റെ ഇതിനു വേണ്ടി, LSRW അറിയില്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് സാധനം ഇതാ എല്ലാണ് ലിസണിങ്. പക്ഷെ കൂടുതലൊക്കെ ചെയ്യാത്ത സാധനമാണ് അത്. കുറേ ഒക്കെ ചെല്ല് റീഡിങ് വായിച്ചാൽ എന്താക്കാം, നമുക്ക് ഒരുപാട് എഴുതാൻ കഴിയും. സംസാരിക്കാൻ കഴിയാണെന്നുണ്ടെങ്കിൽ എന്താക്കണം, ലിസണിങ് വേണം. ലിസണിങ്ങും സ്പീക്കിങ്ങും ഒരു കാറ്റഗറിയും റീഡിങ്ങും റൈറ്റിങ്ങും വേറെ കാറ്റഗറിയാണ്.
സംസാരിക്കാൻ കഴിയണമെങ്കിൽ എന്താക്കണം? കേൾക്കണം. എഴുതാൻ കഴിയണമെങ്കിലോ വായിക്കണം. അത് നമുക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് കേൾക്കണം. ബേസിക് ആണെങ്കിൽ ചിലപ്പോൾ ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ കാർട്ടൂണൊക്കെ കാണേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കണ്ടിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പ്രസംഗത്തേക്ക് എത്തും. പിന്നെ നമ്മൾ വേറെ ഡോക്യുമെൻ്ററി കാണും. പിന്നെ ഇതുപോലെ ഡിബേറ്റൊക്കെ എത്തും. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടിങ്ങനെ വരിക. അപ്പം അങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് ക്രിറ്റിക്കൽ തിങ്കിങ് റെഡിയാക്കാൻ ഡിസ്കഷന് നടത്തുക, വായനകളൊന്നും അധികരിപ്പിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേറെ എന്തുണ്ടോ? സമയം കഴിഞ്ഞതുകൊണ്ടല്ലേ ബാങ്ക് കൊടുത്തു. എന്തുണ്ടെങ്കിൽ ചോദിക്കാം, അല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിലൊരു ബേസിക് കിട്ടിയില്ല മൊത്തത്തിൽ എന്താ കാര്യം എന്നുള്ളത് അല്ലേ? അപ്പം നിങ്ങൾ എന്താ കൂടുതൽ പരിപോഷിപ്പിക്കുക. ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാം.